Thank you.
കഴിഞ്ഞില്ല. നമുക്ക് 957 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 9
അവിടുന്ന് എല്ലാവരെയും സൃഷ്ടിച്ചു. എന്നാൽ ഞങ്ങളുടെ ഉദ്ധാരണത്തിന് വേണ്ടി അവിടുത്തെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് നാമത്തിൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിൽ വന്നു ഞങ്ങളുടെ പാപത്തിന്റെ പരിഹാരമായി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. അതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ അവിടുന്ന് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഞങ്ങൾക്ക് വേണ്ടി വൃന്ദാവനത്തിന്റെ പക്ഷപാതം ചെയ്തുകൊണ്ട് സ്തോത്രം. അത് മാത്രമല്ല, ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ ചേർക്കുവാനായിട്ട് വേഗം വരും എന്ന് ഞങ്ങളോട് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് നാം സ്തോത്രം ചെയ്യുന്നു. ഈ ലോകത്തിലുള്ള മനുഷ്യരുടെ വാക്കുകളും അവരുടെ വാഗ്ദത്തങ്ങളും മാറുമ്പോൾ ഒരിക്കലും മാറിപ്പോകാത്ത ഞങ്ങളുടെ കർത്താവായ യേശുവിന്റെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് നാം സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് അശാന്തിയും അസമാധാനവും അക്രമവും അനീതിയും ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങളുടെ രക്ഷകൻ വേഗം വന്ന് ഞങ്ങളെ ഈ നാശവും ന്യായം എന്ന ഭൂമിയിൽ നിന്ന് കർത്താവെ ചേർത്തിരുന്നുവെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രത്യാശിക്കാത്ത സ്തോത്രം. അവിടുത്തെ വരവിനെ നോക്കി പാർത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വസിച്ച് നടത്തിക്കൊണ്ട് ഞങ്ങൾ കർത്താവെ അങ്ങേക്ക് മഹത്വകരമായ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ വരവിനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടുത്തെ ദാസൻ കാലം അവിടുത്തെ വചനങ്ങൾക്ക് ധാരാളമായിട്ട് കുറിച്ചതുകൊണ്ട് നിങ്ങൾക്ക് നാം സ്തോത്രം ചെയ്യും. കേട്ട വചനങ്ങളൊക്കെ ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ സംഗ്രഹിച്ച് 30, 60, 100 മേൽ വിളയുവാൻ തുടങ്ങണം. കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ഈ സന്ധ്യാസമയത്തെ ദാസനെ ദേവനെ ശുശ്രൂഷിക്കുമ്പോൾ അവിടുത്തെ പ്രസ്ഥാനമാവുന്ന ദാസനെ അവർ നിറയ്ക്കുകയും നിങ്ങൾക്ക് ആവശ്യമായ പോത് അവർ നിങ്ങൾ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ദാസൻ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവെ നാമവും കൊണ്ടുപോകാൻ തയ്യാറാക്കുന്നു പ്രാർത്ഥിക്കുന്നു. സഹോദരി സഹോദരന്മാർക്കായിട്ട് കുഞ്ഞുങ്ങൾക്കായിട്ട് ഞങ്ങൾക്ക് ഈ സമയത്ത് അനുവദിച്ചു തരണമേ. അവർക്കുണ്ടാവാത്തിരിക്കട്ടെ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.
സഭയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എൻ്റെ ഹൃദയംഗമായ നന്ദി ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. നാം കഴിഞ്ഞ 3 ദിവസമായിട്ട് കർത്താവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ചും അതിൻ്റെ അനന്തര സംഭവങ്ങളെ കുറിച്ചും ചിന്തിക്കുകയായിരുന്നു. ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ മധ്യമുള്ള ചില ധാരണകൾ തിരുത്തുക എന്നുള്ളതായിരുന്നു പ്രധാനമായ ഉദ്ദേശം. അഥവാ വളരെ സംശയാസ്പദമായ ചില ഭാഗങ്ങളെ കൂടുതലായി ഊന്നി പറഞ്ഞുകൊണ്ട് ഈ വിഷയം സംസാരിക്കണം ആണ് ഞാൻ ആഗ്രഹിച്ചത്. എനിക്കറിയാം നാം ഈ വിഷയം നമ്മുടെ ബാല്യം മുതൽ തന്നെ കേൾക്കുന്നതാണ്. അതുകൊണ്ട് അതിന്റെ വീണ്ടും ബേസിക്കിലേക്ക് കടന്നു പോകാതെ ഇച്ചിരി അഡ്വാൻസ്ഡ് ആയിട്ട് ഇച്ചിരി വിശകലനം ചെയ്യുവാനുള്ള ശ്രമമായിരുന്നു ഞാൻ നടത്തിയത്. എത്രമാത്രം വിജയകരമായിരുന്നു എന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും പഠിക്കേണ്ട ഒരു വിഷയമാണ്, വളരെ ഗഹനമായി പഠിക്കേണ്ട വിഷയമാണ്. തീർച്ചയായിട്ടും പഠിച്ചാൽ നമ്മുടെ പ്രത്യാശ വളരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വേദപുസ്തകം നാം പറയുന്നത് പോലെ രേഖപ്പെടുത്തിയപ്പോൾ പ്രപഞ്ച ഭാഷയിലാണ് അതിന് ബഹുഭൂരിപക്ഷ ഭാഗം എഴുതിയത്. അതിൽ അനേക ഭാഗങ്ങൾ ഇന്ന് ചരിത്രത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുകയാണ്. എന്നാൽ ഇനിയും അനേക കാര്യങ്ങൾ നിവർത്തിക്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. എന്തിനാണ് ഈ യുദ്ധത്തിൽ എഴുതുന്നത് എന്ന് ചോദിച്ചാൽ കർത്താവ് തന്നെ അതിന് മറുപടി പറയുന്നുണ്ട്. ഞാൻ ഇത് സംഭവിക്കുന്ന മുമ്പ് നിങ്ങളോട് പറഞ്ഞത് ഇത് സംഭവിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണം. അതിനുവേണ്ടിയാണ് കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ തന്റെ ശിഷ്യന്മാരോട് പറയുന്ന വാക്കാണ്. നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 21-ാം വാക്യം വായിക്കുക. അവിടെ കർത്താവ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതിന് മുൻപ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിന്റെ ഉദ്ദേശം ഇവിടെ പറയുന്നത്. ഇത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കണം. അതിന് സംഭവിക്കുന്നതിന് മുൻപേ ഞാനിത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ച വിഷയം പഠിച്ചാൽ നമുക്ക് ഉണ്ടാകേണ്ടത് എന്താണ്? നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം, നമ്മുടെ പ്രത്യാശ വർദ്ധിക്കണം. അതിനുവേണ്ടിയാണ് കർത്താവ് ഈ ഗീതത്തിൽ എഴുതിയത്. ഞാൻ പലപ്പോഴും പറയാറുള്ള മനുഷ്യന്റെ പരിജ്ഞാനം വളരെയേറെ വർദ്ധിച്ചിരിക്കുകയാണ്. സാങ്കേതിക വിദ്യയിൽ വളരെ സമർത്ഥനായ മനുഷ്യനായി തീർന്നിരിക്കുകയാണ്. തന്റെ ഈ ലോകത്തിലെ പല കാര്യങ്ങളും വേറുപെടുത്തുന്നത് നമുക്ക് എന്തെന്ത് കാര്യങ്ങൾ സാധിക്കാൻ സാധിക്കും. എന്നാൽ നാളെയെ കുറിച്ച് അറിയാനുള്ള യന്ത്രം ഇതേവരെ കണ്ടുപിടിച്ചു. എന്തെങ്കിലും ആ ഒരു ബട്ടൺ ഒന്ന് ചോദിക്കുക, നാളെ എന്താണ് സംഭവിക്കുന്നത്, സ്ക്രീനിൽ വരുന്ന യാതൊരു യന്ത്രവും ഇതേവരെ മനുഷ്യൻ കണ്ടുപിടിച്ചു. അതൊന്ന് പിടിച്ചിട്ട് നന്നായില്ലേ നാളെ എന്തൊക്കെ സംഭവിക്കുന്നത് അറിയാം. എന്ന് മാത്രമല്ല, നാളെയെ കുറിച്ച് വ്യക്തമായ യാതൊരു തെറ്റും കൂടാതെ പറയുന്ന ഒരു ഗ്രന്ഥവും ലോകത്തിലില്ല. അത് വേദപുസ്തകം മാത്രമല്ല. വേദപുസ്തകമല്ലാതെ നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ലോകത്തിലില്ല. ഒരുപക്ഷെ ഞാൻ നോസ്ട്രഡാമസ് പറഞ്ഞതും പലരും തെറ്റിയിട്ടുണ്ട്, ചിലർക്ക് സാധ്യമായിട്ടുണ്ട്. എന്നാൽ പലരും പലരും വേദപുസ്തകത്തെക്കാൾ കൂടുതൽ വിശ്വസിച്ചത് നോസ്ട്രഡാമസിലാണ്. എന്നാൽ വേദപുസ്തകം അക്ഷരപ്രകാരം വള്ളിക്കും പുള്ളിക്കും കേടില്ലാതെ അതുപോലെ സംഭവിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ദൈവവിശ്വാസ്യമാണ്, ദൈവമാണ് എഴുതിയത്. ദൈവത്തിന് മാത്രമേ ഭാവി കാര്യങ്ങൾ അറിയുവാൻ സാധ്യമാകൂ. അതുകൊണ്ട് ഭാവി കാര്യങ്ങളെ കുറിച്ച് പഠിക്കേണ്ടത് ആവശ്യമാണ്. കാരണം അത് സംഭവിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ മതിയായ അനേക കാര്യങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് കർത്താവിന്റെ വരവും അതിനോടുള്ള തുടർന്നുള്ള സംഭവങ്ങളുമാണ്. നാം ആദ്യത്തെ ദിവസം തന്നെ ചിന്തിച്ചു. അതിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഭാഗ്യകരമായ പ്രത്യാശ, രണ്ടാമത് തേജസ്സിന്റെ പ്രത്യക്ഷത. ഈ ദിവസത്തെ ലേഖനത്തിൽ നിന്നാണ് നാം വായിച്ചത്. ഭാഗ്യകരമായ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യാശയാണ്. സഭയോടുള്ള ബന്ധത്തിലാണ് ഭാഗ്യകരമായ പ്രത്യാശ എന്ന് പറയുന്നത്. നാം അതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ പറഞ്ഞത് അത് സഭയുടെ ഉൾപ്രാവണമാണ്. എന്നാൽ തേജസ്സിന്റെ പ്രത്യക്ഷത ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണ്. ഈ ഭാഗ്യകരമായ പ്രത്യാശയും തേജസ്സിന്റെ പ്രത്യക്ഷതയും
നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം, ക്രിസ്തുവിന്റെ ന്യായസനം. മൂന്നാമത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് കുഞ്ഞാടിന്റെ കല്യാണം. ഈ 3 കാര്യങ്ങളാണ് ആദ്യത്തെ ദിവസം നാം ചിന്തിച്ചത്. വിശദീകരിക്കുവാൻ ഞാൻ പോകുന്നില്ല. രണ്ടാമത്തെ ദിവസം, കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് ഈ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കും തേജസ്സിന്റെ പ്രത്യേകതയ്ക്കും മധ്യയുള്ള ഇടവേള, അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ആ ഇടവേള ആണ് പീഡനകാലം എന്ന് പറയുന്നത്. ട്രിബുലേഷൻ പീരീഡ് എന്ന് പറയുന്ന 7 വർഷമാണ്. ആ പീരീഡ് എന്നാണ് തുടങ്ങുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞു. നമ്മുടെ ധാരണയിൽ നിന്ന് വ്യത്യസ്തമായ കാര്യമാണ്. എന്നാണ് അത് തുടങ്ങുന്നത്? സഭയുടെ ഉത്പാദനം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ്. അല്ല, അത് മനസ്സിലാക്കുക. അത് പിറ്റേ ദിവസം എന്താണ്, എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് യാതൊരു നിശ്ചയമില്ല. എന്നാൽ വ്യക്തമായി പറഞ്ഞാൽ അതിന്റെ ആദ്യത്തെ ദിവസം അന്തിക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിയും ഇസ്രായേലും തമ്മിൽ സമാധാന കരാർ ഉടമ്പടി വെക്കുന്ന ആദ്യത്തെ ദിവസമാണ് ഈ പീഡനകാലത്തിന്റെ ആദ്യത്തെ. അതിന്റെ അവസാനത്തെ ദിവസം ഏതായിരിക്കും? കർത്താവ് തേജസ്സിൽ വരുന്ന ദിവസമാണ്. തേജസ്സിന്റെ പ്രത്യേകത ഈ കാലഘട്ടത്തിന്റെ അവസാനം നടക്കുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞാൽ 7 വർഷത്തിന്റെ അന്ത്യത്തിൽ നടക്കുന്ന പല കാര്യങ്ങൾ അതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ വിശ്വാസം രക്ഷിക്കപ്പെടുമോ, വിശ്വാസം വന്നോ, സുവിശേഷം അറിയിക്കപ്പെടുമോ, രക്ഷിക്കപ്പെടുമോ, ഇതൊക്കെയാണ് നാം ചിന്തിച്ചത്. തീർച്ചയായിട്ടും സുവിശേഷം അറിയിക്കപ്പെടും. ഞാൻ യോനയുടെ കാര്യം പറഞ്ഞതുപോലെ യോനയെ കടലിൽ ഇട്ടപ്പോൾ എത്ര പേരാണ് രക്ഷപ്പെട്ടത്? ചെറിയൊരു കൂട്ടം അല്ലേ? ആ ബോട്ടിലുണ്ടായിരുന്ന ചെറിയ കൂട്ടം രക്ഷപ്പെട്ടു. എന്നാൽ യോനയിൽ തിരിച്ചു വരുമെന്ന് ലോകത്തിൽ ആരും പ്രതീക്ഷിച്ചില്ല, അല്ലെ? ആരെങ്കിലും പ്രതീക്ഷിച്ചു ഈ കടന്നു പോയ മനുഷ്യൻ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. എന്നാൽ 3ാമത്തെ ദിവസം എന്ത് ചെയ്തു? യോന ഇസ്രായേൽ നശിച്ചു പോയത് ലോക ജനതയുടെ മുൻപിൽ കടലിലേക്ക് ഇസ്രായേൽ ഇട്ടു. അവർ ലോകം മുഴുവൻ ചിന്തിച്ചത് ഇസ്രായേൽ വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷ ലോകത്തിന് ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. ഇസ്രായേൽ പോലും ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം അത്ഭുതകരമായിട്ട് വീണ്ടും ഒരു രാജ്യം സ്ഥാപിച്ചു. ഇസ്രായേലിനെ കുറിച്ച് രാജ്യം സ്ഥാപിച്ചു. അതുപോലെ യോന മടങ്ങി വരുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നു. മടങ്ങി വന്നപ്പോൾ എന്താണ്? 3ാമത്തെ ദിവസം ഈ യോനയെ വീടിയ കടലാണെങ്കിൽ ദഹനക്കേടായിരുന്നു, അല്ലേ? 3 ദിവസം കഴിയുമ്പോ ദഹിക്കാത്ത ആ വസ്തുത വാസ്തവത്തിൽ എന്താണ് യോനയ്ക്ക് സംഭവിച്ചത് വളരെ യോനയുടെ അടയാളമായിരുന്നു. ഒരു വർഷത്തേക്ക് ചില ഭാഗങ്ങളിൽ സ്കിൻ അടിക്കുമ്പോൾ ഡയജസ്റ്റ് ചെയ്ത് പോയി കിടക്കി നിലവിലെ ഈ മനുഷ്യൻ എങ്ങനെയിരിക്കുന്നത് അത് ചോദിച്ചാൽ അതൊരു അടയാളമായിരുന്നു. അപ്പൊ യോന പറഞ്ഞാണ് ഞാൻ ഇങ്ങനെ അനുസന്ധകളെ വായിച്ചു, ഞാൻ നിങ്ങളോട് സുവിശേഷം പറയാൻ വന്നതാണ്. കഥകളൊക്കെ പറഞ്ഞപ്പോൾ ഏറ്റവും ചെറിയ സുവിശേഷ പ്രസംഗത്തിൽ ഏറ്റവും കൂടുതൽ രക്ഷിക്കപ്പെടുന്നവരെ പ്രസംഗമാണ്. ഒരു പട്ടണം മുഴുവനും രക്ഷിക്കും. 1000 പേര് രക്ഷിക്കും. ഇത് തന്നെയാണ് ഇസ്രായേലിനെ വീണ്ടും ദൈവം സ്വീകരിക്കുമ്പോൾ, യഥാസ്ഥാനപ്പെടുമ്പോൾ, ഇസ്രായേൽ രാജ്യമായി വന്നിട്ട് ഇസ്രായേലിനെ ദൈവത്തിന്റെ ഇടപാട് തുടങ്ങുമ്പോൾ എന്താണ്? വലിയൊരു രക്ഷയുടെ അനുഭവം ഉണ്ടാകും. ഇന്നത്തെക്കാൾ ധാരാളമായി പേർ അന്ന് രക്ഷിക്കപ്പെടും, അഥവാ പീഡനകാലത്ത് രക്ഷിക്കപ്പെടും. സുവിശേഷം അറിയിക്കുന്നത് 1,44,000 യഹൂദന്മാരായിരുന്നു. ദൈവം പ്രത്യേകമായി ഇടപെട്ട് അവർ രാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കും, മശീഹയെ കുറിച്ച് അറിയിക്കും. മശീഹ വരാൻ സമയമായിരിക്കുന്നു, അതുകൊണ്ട് ഒരുങ്ങ തന്നെ അവർ അറിയിക്കുകയും അങ്ങനെ ആ സുവിശേഷത്തിൽ അനേകം പേർ രക്ഷിക്കപ്പെടുകയും ചെയ്യും. രക്ഷിക്കപ്പെടണമെന്ന് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം പഴയ കാലഘട്ടത്തിൽ നടന്നതുപോലെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്നുള്ള സത്യം നാം മനസ്സിലാക്കും. നാം ഇന്ന് ചിന്തിച്ചത് അന്തിക്രിസ്തുവിനെ കുറിച്ചാണ്. 1-2 കാര്യങ്ങൾ പറഞ്ഞു. അന്തിക്രിസ്തു ഏത് ദേശത്തിൽ നിന്നാണ് വരുന്നത് വ്യക്തമായി നമുക്ക് പറയാൻ കഴിയും, യാതൊരു സംശയവുമില്ല. എവിടെ നിന്നായിരിക്കും? റോമിൽ നിന്ന്. റോമിൽ നിന്ന് ഞാൻ പറയുമ്പോൾ റോമ വംശജനായിരിക്കും. ജനറ്റിക്കലി റോമൻ, അഥവാ യൂറോപ്പിന്റെ ഭാഗത്ത് ഏതെങ്കിലും രാജ്യത്തിനാകാം. എന്നാൽ വംശജൻ റോമൻ വംശത്തിൽ നിന്നായിരിക്കും. അതിനുള്ള തെളിവുകൾ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞ അന്തിക്രിസ്തു എന്ന് പറയുന്ന ആരെയാണ് വിളിക്കേണ്ടതെന്ന് കാരണങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, വിശദീകരിക്കുന്നില്ല. ഈ അന്തിക്രിസ്തു എന്താണ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ പീഡനകാലത്തിന്റെ കൂടെ അതിനെക്കുറിച്ച് പറഞ്ഞ് പിന്നീട് മുൻപോട്ട് പോകാം. പീഡനകാലത്തെ കുറിച്ച് നാം ചിന്തിക്കുന്ന പോലെ അത് 2ആയിട്ട് വിഭജിച്ചിരിക്കുന്നു. ആദ്യത്തെ ട്രിബുലേഷൻ പീരീഡ്, അഥവാ ആദ്യത്തെ ഭാഗം ട്രിബുലേഷൻ എന്ന് പറയും.
അതിന് 3.5 വർഷമാണുള്ളത്. സൂക്ഷ്മമായിട്ട് പറഞ്ഞാൽ 1260 ദിവസം. 1260 ദിവസം. രണ്ടാമത്തെ കാലം പറയുമ്പോൾ വീണ്ടും 1260. ഈ മധ്യത്തിൽ എന്താണ് നടക്കുന്നത്? ഈ മധ്യത്തിൽ നടക്കുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അന്ത്യക്രിസ്തു തന്റെ പ്രതിമ യെരൂശലേമിലെ ദേവാലയത്തിൽ വെക്കുകയും അവരെ ലോകരെല്ലാവരെയും നമസ്കരിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യും. ഈ അന്ത്യക്രിസ്തുവിന്റെ സ്നേഹിതനാണ് ഇതിനൊക്കെ സഹായിക്കുന്നത്. ആ സ്നേഹിതന്റെ പേരെന്താണെന്ന് അറിയാമോ? കള്ളപ്രവാചകൻ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 14-ാം ഭാഗത്തിൽ ആ കള്ളപ്രവാചകനെ കുറിച്ച് നമുക്ക് അറിയാം. നമുക്ക് വായിക്കാം. കള്ളപ്രവാചകനെ 13-ന്റെ 11. വെളിപ്പാട് പുസ്തകം 13-ന്റെ 11. ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. അത് ഒന്നാമത്തെ മൃഗത്തിന് മുമ്പാകെ അതിന്റെ അധികാരം എല്ലാം നടത്തി. ഈ മൃഗം എവിടെ നിന്ന് വരുന്നു വ്യക്തമായിട്ട് പറയുന്നുണ്ട്. The second beast is coming from the ഭൂമിയിൽ നിന്ന് വരുന്നു. From the land. അല്ലേ? Land. ഈ ലാൻഡ് എന്ന് പറഞ്ഞാൽ പ്രവചന ഭാഷയിലാണ്. ഇത് പ്രവചന ഭാഗമാണ്. പ്രവചന ഭാഷയിൽ ലാൻഡ് എന്ന് പറയുമ്പോൾ പരമമായി ഉദ്ദേശിക്കുന്നത് പ്രോമിസ്ഡ് ലാൻഡാണ്, വാഗ്ദത്ത ഭൂമിയാണ്. എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി വരുന്നത് എവിടെ നിന്നായിരിക്കും? നാം ആദ്യത്തെ മൃഗത്തെ കണ്ടു. കടലിൽ നിന്ന് വരുന്നത്. കടലെ സർവ്വജാതികളെയും കാണിക്കുന്നുണ്ട്. ജാതികളിൽ നിന്ന് വരുന്നവനായ വ്യക്തിയാണ്. അതാണ് റോമിൽ നിന്ന് വരുന്ന വ്യക്തി. എന്നാൽ ഇവിടെ പറയുന്ന ഈ രണ്ടാമത്തെ മൃഗം പലപ്പോഴും പലർക്കും തെറ്റാധാരണ ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ രണ്ടാമത്തെ മൃഗം വരുന്നത് എവിടെ നിന്നാണ്? നന്ദലാൻ. അവൻ യാത്ര ഭൂമിയിൽ നിന്ന് വരുന്നവനാണ്. അഥവാ ഇസ്രയേലിൽ നിന്ന് കടന്നു വരുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവന്റെ ജോലി എന്താണ്? അവന്റെ പ്രധാനമായ ദൗത്യം എന്താണ്? ആദ്യത്തെ മൃഗത്തെ എത്രമാത്രം പുകഴ്ത്താമോ അത്രമാത്രം പുകഴ്ത്തും. അവനെ എത്രമാത്രം സഹായിക്കാമോ അതൊക്കെ ചെയ്യുക. അവന്റെ പ്രതിമ യെരൂശലേം ദേവാലയത്തിൽ വെച്ച് സർവ്വജനത്തോടും അവനെ വന്ദിക്കുവാനുള്ള യെരൂശലേം ദേവാലയത്തിൽ അവന്റെ പ്രതിമ വെക്കാൻ അധികാരമുള്ള ആരായിരിക്കണം? യെരൂശലേമിലുള്ള ആളാണ്. അത് തന്നെ വീണ്ടും തെളിയിക്കുന്നതാണ് ഈ രണ്ടാമത്തെ മൃഗം ഇസ്രയേലിലെ നേതാവാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വേണമെങ്കിൽ പറയാം ഇസ്രയേലിന്റെ അവസാനത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. എങ്കിൽ മാത്രമേ യെരൂശലേമിൽ ഈ റോമൻ പൗരന്റെ റോമാനിൽ വരുന്ന നേതാവിന്റെ പ്രതിമ വെക്കുവാൻ സാധ്യമാകുള്ളൂ. ഇതിനെക്കുറിച്ച് ഒന്നുകൂടി പേര് നമുക്ക് നോക്കാം. സക്രിയാവിന്റെ പ്രവചനത്തിലേക്ക് നോക്കാം. സക്രിയ പ്രവചനം 11-ാം അധ്യായം. അതിൽ അവിടെ ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. 11-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അത് ആ ദിവസത്തിൽ തന്നെ മുറിഞ്ഞുപോയി. അങ്ങനെ 11-ന്റെ 15 ഞാൻ ദേശത്തൊരു ഇടയനെ, ഇവിടെ ശ്രദ്ധിക്കുക, എവിടെയാണ് എഴുന്നേൽപ്പിക്കുന്നത്? ദേശത്തെ ഒരു ഇടയനെ എഴുന്നേൽപ്പിക്കും. ഈ ഇടയന്റെ കാര്യം കുറിച്ച് പറയുകയാണ്. ആ ഇടയന്റെ പേര് കേട്ടത് തുമ്പുകെട്ട foolish shepherd. അപ്പോ നമുക്കറിയാം അന്ത്യകാലത്ത് ദേശത്ത് അഥവാ ഇസ്രയേലിൽ ഒരു തുമ്പുകെട്ട ഇടയനുണ്ടാകും. കർത്താവ് പറഞ്ഞു, ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്ന് നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. എന്നാൽ മറ്റൊരുവൻ വരും, അവൻ സ്വന്തം നാമത്തിൽ വരുമ്പോൾ അവനെ. അപ്പൊ ഇസ്രയേലിൽ നിന്ന് വരുന്ന ഒരു അന്ത്യകാലത്ത് വരുന്ന നേതാവിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ നേതാവിന്റെ പേരാണ് കള്ളപ്രവാചകൻ എന്ന് പറയുന്നത്. ഈ കള്ളപ്രവാചകൻ ഏത് ഗോത്രത്തിൽ നിന്നായിരിക്കും വരാൻ സാധ്യത? നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിലേക്ക് വരാം. ഈ കള്ളപ്രവാചകൻ വരുവാൻ പോകുന്ന ഗോത്രം എന്താണെന്ന് പ്രവചന ദൃഷ്ടിയാൽ യാക്കോബ് തന്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ പറയുന്ന വേദഭാഗം നമുക്ക് കാണുമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ യാക്കോബ് തന്റെ ജനത്തെ തന്റെ മക്കളെ അനുഗ്രഹിക്കുകയാണ്. അവിടെ പറയുമ്പോൾ 17-ാം
ദാനിൽ നിന്ന് വരും എന്നാണ് എന്റെ അർത്ഥം. അതിനുശേഷം ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവുമാകും. അവൻ കുതിരയെ കുതിര കടിക്കും, പുറത്തുകയവൻ മലർന്നു വീഴും. പതിനെട്ടാം വാക്യം വായിക്കാം. യഹോവേ, ഞാൻ നിന്റെ രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു. യഹോവേ, ഞാൻ നിന്റെ രക്ഷയ്ക്കായി. ഈ ദാൻ രക്ഷിക്കത്തില്ല, ദാൻ നേതാവ് മാത്രമാണ്. എന്താ രക്ഷപ്പെടുന്ന വരുന്നത് യഹോവയിൽ നിന്ന്. ഈ ഭാഗത്ത് നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ദാൻ shall be a serpent by the way. ഈ കള്ളപ്രവാചകൻ ആരെ പോലെ സംസാരിക്കുന്നു എന്ന് പറയുന്നത് മഹാസർപ്പത്തെ പോലെ സംസാരിക്കും. നമ്മുടെ വാക്യമുണ്ട്, അവൻ സർപ്പത്തെ പോലെ നാക്ക് കണ്ടാൽ സർപ്പത്തിന്റെ നാക്കാണ്. അപ്പോ ഈ നാമ സംസാരിക്കുന്ന ഈ വ്യക്തി തീർച്ചയായിട്ടും പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് ദാൻ ഗോത്രത്തിൽ നിന്നുള്ളവനായിരിക്കും. അന്തിക്രിസ്തു അല്ല. പലപ്പോഴും ഞാൻ പറയാം അന്തിക്രിസ്തു ദാൻ ഗോത്രത്തിൽ. അന്തിക്രിസ്തു അല്ല. ആരാണ് വരുന്നത് ദാൻ ഗോത്രത്തിൽ നിന്നും? പല പല പ്രസംഗങ്ങളും ഞാൻ കേട്ടു അന്തിക്രിസ്തു ദാൻ ഗോത്രത്തിൽ നിന്ന് വരുന്നില്ല. കള്ളപ്രവാചകനാണ് ദാൻ ഗോത്രത്തിൽ വരും. രണ്ടാമത്തെ തെളിവ് വെളിപ്പാട് പുസ്തകത്തിലെ ഗോത്രങ്ങളുടെ എണ്ണം വരുമ്പോൾ ആരെ കാണുന്നില്ല? അവിടെ ദാനെ കാണുന്നു. എന്താ ദാനില്ലാത്തത്? ചരിത്രം, ദാന്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. ഇസ്രായേൽ എന്ന രാജ്യത്തെ വിഗ്രഹാരാധന ഏറ്റവും പ്രോത്സാഹിപ്പിച്ച ഗോത്രന്മാരാണ് ദാൻ ഗോത്രം. ചരിത്രം മുഴുവൻ പഠിച്ചു നോക്കുക. ദാൻ ഗോത്രമാണ് വിഗ്രഹാരാധന ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത്. അന്ത്യകാലത്തും അവസാനത്തെ ദിവസവും ഈ കള്ളപ്രവാചകനും പ്രോത്സാഹിപ്പിക്കുന്ന എന്താണ്? വിഗ്രഹാരാധന. അന്തിക്രിസ്തുവിനെ നമസ്കരിക്കുക. അപ്പോ ഈ ദാൻ ഗോത്രത്തിൽ നിന്ന് വരുന്ന, ഈ ദേശത്ത് നിന്ന് വരുന്ന ആ വ്യക്തിയെ കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 11-ാം വാക്യത്തിൽ. അപ്പോ ഈ അന്തിക്രിസ്തുവും ഈ കള്ളപ്രവാചകനും ചേർന്നാണ് സമാധാന കരാർ ഒപ്പുവെക്കുന്നത്. അന്ത്യത്തിൽ നടക്കുന്ന സമാധാന കരാർ. ഈ സമാധാന കരാർ ഒപ്പുവെക്കുന്ന രണ്ട് വ്യക്തികൾ അന്തിക്രിസ്തുവും കള്ളപ്രവാചകനുമാണ്. ഇവരാണ് അവസാനത്തെ യുദ്ധത്തിന് നേതൃത്വം വഹിക്കുന്നത്. അവസാനത്തെ യുദ്ധം അർമ്മഗദോൻ യുദ്ധമാണ്. ആ അർമ്മഗദോൻ യുദ്ധത്തിന്റെ നേതാവായിട്ട് വരുന്ന ശരി രണ്ടുപേരും നമ്മുടെ വേറെ തെറ്റായ ചില സാധനങ്ങളിൽ ഒന്ന് അന്തിക്രിസ്തുവാണ് വിശ്വസിക്കുക. അല്ലെങ്കിൽ റോമിൽ നിന്ന് വന്ന റോമിന്റെ പോപ്പ്. തീർത്ത് പറയട്ടെ, റോമിൽ നിന്നുള്ള പോപ്പ് അന്തിക്രിസ്തു അല്ല. എന്നാൽ അന്തിക്രിസ്തുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ്. അഥവാ അത് നാമധേയ ക്രൈസ്തവ സംഘടനയാണ്. മഹോപദ്രവത്തിലൂടെ കടന്നു പോകുന്ന ഒരു സഭയുണ്ട്. ഏത് സഭയാണെന്ന് അറിയാമോ? മഹോപദ്രവത്തിലൂടെ കടന്നു പോകുന്ന സഭ. സത്യസഭയല്ല, യഥാർത്ഥത്തിലുള്ള സഭയല്ല. വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട് ഏത് സഭയാണ് ഈ മഹോപദ്രവത്തിലൂടെ കടന്നു പോകുന്ന സഭ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 22-ാം വാക്യം വായിക്കുക. സഭ മഹോപദ്രവത്തിലൂടെ കടന്നു പോകുമെന്ന് ആരെങ്കിലും പറഞ്ഞ ഈ വാക്യം കാണിച്ചാൽ മതി. സഭ മഹോപദ്രവത്തിലൂടെ കടന്നു പോകും. ഏത് സഭയാണെന്ന് അവർ പറയുന്നത്? മലയാളത്തിൽ ട്രാൻസ്ലേഷൻ ചെയ്ത് ഇംഗ്ലീഷ് വായിക്കാം. And that them that commit adultery with her unto great tribulation, except they repent of their deeds. അവർ മാനസാന്തരപ്പെടാഞ്ഞാൽ അവർ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഗ്രേറ്റ് ട്രിബുലേഷൻ, മഹാകഷ്ടത്തിലൂടെ കടന്നു, മഹാപീഡനത്തിലൂടെ കടന്നു പോകും. ഇത് നാമധേയ സഭയാണ്. ഈ സഭയെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ ഈ വ്യക്തിയെ കാണാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ ഒരു സ്ത്രീയെ കാണാൻ കഴിയുന്നുണ്ട്. മാനസാന്തരപ്പെടാത്ത ഒരു സ്ത്രീ. സർവ്വലോക മതസംഘടനയാണ്. ഈ മതസംഘടനയെ കുറിച്ച് അവിടെ പറയുമ്പോൾ മഹദിയ ബാബിലോൺ വേശ്യകളുടെ മാതാവ്. മഹദിയ ബാബിലോൺ വേശ്യകളുടെ മാതാവ്. മാതാവാകുമ്പോൾ മക്കളുണ്ട് ഒരുപാട്. അതാണ് എന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അനേകം മക്കൾ ചേർന്ന്, അഥവാ അനേകം ചേർന്ന്, മതങ്ങൾ ചേർന്ന് ഉടലെടുത്ത മതസംഘടനയാണ് ഈ വേശ്യകളുടെ മാതാവ്. അതിൽ അതിപ്രധാനമായി പങ്കുവയ്ക്കുന്നത് വത്തിക്കാൻ
ആയിരിക്കും എന്നുള്ള സംശയം. എന്നാൽ ഈ മതസംഘടനകളും ഈ അന്ത്യക്രിസ്തുവുമായിട്ട് വളരെ ബന്ധമുണ്ട്. എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നതെന്ന് ശ്രദ്ധിക്കുക. 17-ാം അധ്യായത്തിലേക്ക് നാം ചിന്തിക്കുന്നത് 17-ാം അധ്യായം 3-ാം വാക്യം വായിക്കും. അവന്റെ ആത്മാവ് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പുള്ളതായി ദൂഷണനാമത്തിൽ നിറഞ്ഞ കടുങ്ങൂർക്കുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. കടും ചുമപ്പുള്ള മൃഗത്തിന്മേൽ സ്ത്രീ. ആ മൃഗത്തിന്റെ കാര്യം പറയുന്നത് എന്താണ്? 7 തലയും 10 കൊമ്പുമുള്ള മൃഗം. ഇതെപ്പോഴാണ് നമ്മൾ വായിച്ചത്? 7 തലയും 10 കൊമ്പുമുള്ള മൃഗം എവിടെയാണ് നമ്മൾ വായിക്കുന്നത്? വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലെ 1-ാം ഭാഗത്തിൽ കാണുന്നുണ്ട്. അഥവാ കടലിൽ നിന്ന് വരുന്ന മൃഗം അഥവാ അന്ത്യക്രിസ്തു. ഈ അന്ത്യക്രിസ്തു അല്ല ഈ സ്ത്രീ. അന്ത്യക്രിസ്തുവിന്റെ മുകളിൽ ഇരിക്കുന്ന, അന്ത്യക്രിസ്തുവിനെ നിയന്ത്രിക്കുന്ന വ്യക്തിയാണ്. ആരാ വലുത്? അന്ത്യക്രിസ്തു അതോ വലുത്? സ്ത്രീ അതോ വലുത്? ശ്രദ്ധിക്കും എന്ന് പറഞ്ഞാൽ അന്ത്യക്രിസ്തു ലോകരാഷ്ട്രത്തിലേക്ക് വരുമ്പോൾ ലോക നേതാവായിട്ട് ലോക സംഘടന, ലോകത്തിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസിനെ, എക്കണോമിക് സിറ്റുവേഷൻസ് കൺട്രോൾ ചെയ്യുവാൻ വരുന്നത് മതസംഘടനകളുടെ സഹായത്തോടുകൂടി. അവളാണ് മതമാണ് നിയന്ത്രിക്കുന്നത്, അവളാണ് അതിന്റെ മുകളിൽ നിയന്ത്രിക്കുന്നത്. അപ്പോ മതസംഘടനകളുടെ സഹായത്തോടുകൂടി അഥവാ നാമധേയ ക്രൈസ്തവരുടെ സഹായത്തോടുകൂടി ആയിരിക്കും ഈ അന്ത്യക്രിസ്തു ലോകരംഗത്തെ പൊളിറ്റിക്കൽ ഫീൽഡിൽ വരുന്നത്. നാം പറഞ്ഞ എല്ലാത്തിനും ഈ സാത്താന് എപ്പോഴും ഡ്യൂപ്ലിക്കേറ്റ് ആണ്, എപ്പോഴും വേണം, തൃത്വം വേണം. ഞാൻ പറഞ്ഞ അതുപോലെ തന്നെ അതുപോലെ ക്രിസ്തുവിന് മണവാട്ടിയുണ്ട്. അപ്പൊ സാത്താനും അഥവാ അന്ത്യക്രിസ്തുവിന് മണവാട്ടി ആവശ്യമാണ്. അപ്പൊ ഇത് ആരാണ്? അന്ത്യക്രിസ്തുവിന്റെ ഈ പറയുന്ന സ്ത്രീ അന്ത്യക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. അന്ത്യക്രിസ്തുവും ഈ മതസംഘടനകളും ചേർന്ന് ഈ ലോകത്തെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കും. എന്നാൽ ഹണിമൂൺ അതിനാളൊന്നും നിൽക്കത്തില്ല. ഇവരുടെ ബന്ധം അതിനാളൊന്നും നിൽക്കില്ല. കുറച്ച് കഴിയുമ്പോൾ ഈ മൃഗം ഈ സ്ത്രീയെ ദോഷിക്കും. 17-ാം അധ്യായത്തിലേക്ക് വരാം. 16-ാം വാക്യത്തിൽ വായിക്കാം. 15-16 വാക്യം മനസ്സിലാവും. 15-17 വായിക്കാം. പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും ഏറ്റിയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും ഒക്കെ. എല്ലാ ജാതികളിൽ നിന്നും വന്ന മതസംഘടനയാണ് ഈ സംഘടനയെ കാണാൻ കഴിയുന്നത്. പിന്നെ 10 കൊമ്പും വെള്ളവും ദേശീയെ ദ്വേഷിച്ച് ശൂന്യവും നഗ്നവുമാക്കി അവരുടെ മാംസം തിന്നുകളയും, അവരുടെ സ്ത്രീകൾ ദഹിപ്പിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ വചനം പൂർത്തിയാകുമ്പോൾ തന്റെ ഹിതം ചെയ്യുവാനും ഒരേ അഭിപ്രായം നടത്തുവാനും തങ്ങളുടെ രാജ്യത്വം മൃഗത്തിന് കൊടുക്കാനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചു. ഈ അന്ത്യക്രിസ്തു ചെയ്യുന്ന ഒരു കാര്യം, അല്പകാലം കഴിയുമ്പോൾ അന്ത്യക്രിസ്തു ഈ വേശ്യയെ ദുഷിക്കുകയും അവളെ നശിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് നാം കാണുന്നു. ഇതെപ്പോഴാണ് ന്യായമായി സംഭവിക്കുന്നത്? ഏത് സന്ദർഭത്തിലായി? അന്ന് 7 വർഷത്തിന്റെ അവസാനമാണോ 7 വർഷത്തിന്റെ മധ്യയായി? ഇത് മതസംഘടനയാണ്. ഈ മതസംഘടനകളെ നിർമൂലമാക്കുന്ന, അന്ത്യക്രിസ്തു നിർമൂലമാക്കുന്ന അവസാനമാണോ മധ്യത്തിലാണ്? മധ്യത്തിലാണ്. കാരണം മതത്തിൽ പറയും ഇനി ഒന്നും മതമൊന്നും വേണ്ട, എല്ലാ മതങ്ങളും അബോളിഷ് ചെയ്തിട്ട് ആർക്കെങ്കിലും ദൈവത്തെ വിളിക്കണമെങ്കിൽ ഞാനാണ്. സർവ മതസംഘടനകളെയും നിർമൂലമാക്കി അതിന്റെ ഈ ട്രിബുലേഷൻ പീരീഡിന്റെ പീഡനകാലത്തിന്റെ മധ്യത്തിൽ എല്ലാ മതങ്ങളെയും അബോളിഷ് ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. ആ മതങ്ങളുടെ എല്ലാ സ്വത്തുക്കളും തന്റെ രാജ്യത്തോട് ചേർത്തു. ഏറ്റവും വലിയ സ്വത്ത് ആത്മാവെന്ന് പറയുമ്പോൾ രാജ്യങ്ങൾക്കല്ല, മതങ്ങൾക്ക്. ഇന്നത്തെ ഏറ്റവും വലിയ ധനാഢ്യരായിരിക്കുന്നത് വത്തിക്കാനാണ്. ലോകത്തിലല്ല ഏത് ഭാഗത്ത് അവർക്ക് സ്ഥലമില്ല. ഞാൻ താമസിക്കുന്ന ഗോതമ്പിന്റെ പകുതിയിൽ കൂടുതൽ 3/4 ഭാഗവും അവരുടെ സ്വത്താണ്. ഏത് ഭാഗത്ത് നോക്കിയാലും അവരാണ്. നിങ്ങൾക്ക് കാണാവുന്നേ. ലോകത്തിന്റെ എവിടെ ഭാഗത്ത് കണ്ടാലും കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇഷ്ടംപോലെ. കാത്തലിക് മാത്രമല്ല മറ്റുള്ളവരും എല്ലാം ഉൾപ്പെടുന്നവരാണ്. അപ്പൊ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എല്ലാം കൈയടക്കുവാനുള്ള, അവരുടെ സമ്പദ് വ്യവസ്ഥയെ കൈയടക്കുവാനുള്ള അന്ത്യക്രിസ്തുവിന്റെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ആ സ്ത്രീയെ നശിപ്പിക്കുന്നത്. സ്ത്രീയെ
തെസ്സലോനിക്കർ 2-ാം അധ്യായം 4-ാം വാക്യം. അവൻ ദൈവാലയത്തിൽ ഇരുന്നുകൊണ്ട് ദൈവം എന്ന് മരിച്ച് ദൈവമെന്നോ പൂജാഭിഷേകമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയേക്ക് അവൻ ദൈവമെന്ന് നടിച്ചു. അവൻ എവിടെയാണ്? ദേവാലയത്തിൽ തന്നെ ഇരുന്നു. അപ്പോൾ ദേവാലയത്തിൽ കേവലം പ്രതിമ മാത്രമല്ല, ആരോടിരിക്കും? അന്തിക്രിസ്തു. ഞാൻ ഉദ്ദേശിക്കുന്ന പ്രതിമയോടുണ്ട്. ഒരു പക്ഷെ ആ പ്രതിമയുടെ ഉദ്ഘാടന കർമ്മം നടത്തുന്ന ആരായിരിക്കും? അവൻ അവിടെ വരും, അവനവിടെ ഇരിക്കും. അങ്ങനെ ദേവാലയത്തിലെ മലിനമാക്കുകയും യഹൂദന്മാരുടെ പീഡന ആരംഭിക്കുകയും ചെയ്യും. പിന്നീടുള്ള 42 ദിവസം യഹൂദന്മാരുടെ ഏറ്റവും വലിയ പീഡനയായി. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാത്ത വിധത്തിൽ അവരെ ദൈവം പീഡനയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ആദ്യത്തെ 1260 ദിവസം താരതമ്യേന സമാധാനമുള്ള ദിവസമാണ്. എന്നാൽ അവസാനത്തെ 3.5 വർഷം അഥവാ 1260 ദിവസവും മഹാപീഡന കാലമാണ്. അതിനാണ് നമ്മൾ മഹാപീഡന കാലം എന്ന് പറയുന്നത്. അന്ന് യഹൂദന്മാർ വളരെയേറെ കഷ്ടതയിലൂടി പോകും. എന്നാൽ ദൈവം അവരോട് കരുണ കാണിച്ച് അവരെ ഒരു പ്രത്യേക സ്ഥലത്ത് കുറെ പേരെ സംരക്ഷിക്കും. ദൈവം അവരെ വിട്ടുപോകും. അത് ദൈവത്തിന്റെ ഭയങ്കരമായ കരുതലാണ്. അതിന്റെ അവസാന ദിവസമായിരിക്കും നമ്മുടെ കർത്താവ് ഒരുമലയിൽ പ്രത്യക്ഷപ്പെടുവാൻ. എത്ര മനോഹരമായ ദൈവിക കാര്യപരിപാടി കാണുന്നത്. അന്ന് ഈ അവസാന ദിവസങ്ങളിൽ അഥവാ 3.5 വർഷത്തിലായിരിക്കും ഏറ്റവും അവസാനത്തെ യുദ്ധം നടക്കുവാൻ പോകുന്നത്. ആ യുദ്ധത്തിന്റെ പേരാണ് അർമഗദോൻ എന്ന യുദ്ധം. ലോകമഹായുദ്ധം. വേണമെങ്കിൽ എനിക്കറിയില്ല, 3-ാം ലോകമഹായുദ്ധം എന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ തെറ്റുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമുക്ക് വേണമെങ്കിൽ പറയാം 3-ാമത്തെ ലോകമഹായുദ്ധമാണ് അർമഗദോൻ. ഈ യുദ്ധത്തിന്റെ ഉദ്ദേശം എന്താണ്? 1-2 ലോകമഹായുദ്ധത്തെ കുറിച്ച് വേദപുസ്തകത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് താല്പര്യമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. ഈ ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തെ ദിവസമാണ് നമ്മുടെ കർത്താവ് മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുവാൻ പോകുന്നത്. ഹെസ്കേലിന്റെ പ്രവചനം 37-ാം അധ്യായത്തിലേക്ക്. ഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായത്തിലേക്ക് പോകാം. പ്രവാചകനായ ഹെസ്കേലിന് ദൈവം കൊടുക്കുന്ന വെളിപ്പാട്. പ്രവാചകനായ ഹെസ്കേലിനെ ഒരു താഴ്വരയിലേക്ക് ആത്മാവിൽ നയിക്കപ്പെടും. ആ താഴ്വരയിലേക്ക് ആത്മാവിൽ നയിക്കപ്പെട്ട പ്രവാചകൻ താഴ്വരയിൽ നോക്കിയപ്പോൾ അസ്ഥി മാത്രമുള്ള താഴ്വര. കേവലം അസ്ഥി മാത്രമല്ല, ഉണങ്ങി വരേണ്ട യാതൊരു പ്രതീക്ഷയുമില്ലാത്ത അസ്ഥികൂട്, യാതൊരു ജീവനും ചൈതന്യമില്ലാത്ത അസ്ഥികൂട്. പ്രവാചകനോട് പറഞ്ഞു, ഇവരോട് സുവിശേഷം പറഞ്ഞു. അസ്ഥികൂടത്തോട് സുവിശേഷം നമ്മൾ അത് ഓടിപ്പോയി അല്ലേ? എന്നിട്ട് ചോദിച്ചു, ഈ അസ്ഥികൾക്ക് ജീവൻ വെക്കുവാൻ സാധ്യത ഉണ്ടോ? എനിക്കൊന്നും അറിയില്ല. പ്രവാചകൻ പറഞ്ഞു, തന്നോട് സംസാരിച്ച ദൂതനോടുണ്ട്, ദൂതൻ അറിയാമല്ലോ. അപ്പോൾ പ്രവാചകനോട് പ്രസംഗിക്കാൻ പറഞ്ഞു. നല്ല പ്രസംഗം, അസ്ഥികൂടത്തോടുള്ള പ്രസംഗമാണ്. 7-ാം വാക്യത്തിലേക്ക് വായിക്കാം. 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഒരു മുഴക്കം കേട്ടു. വലിയൊരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ കൊപ്പ് കൊടുത്തതും കണ്ടു. എന്നാൽ ശ്വാസം അവയിൽ ഇല്ലാതിരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കാം. മനുഷ്യർക്ക് നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ശ്വാസമേ, ഈ 4 കാറ്റുകളിൽ നിന്ന് വന്ന് ഈ നിഹതന്മാർ ജീവിക്കണമെന്ന് അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. ഇത് ആരാണെന്ന് എടുത്തത് നമ്മൾ വായിക്കേണ്ട കാര്യമില്ല. 11 വാക്യങ്ങൾ വായിച്ചാൽ ഈ നിഹിതന്മാർ ആരാണ്? ഈ അസ്ഥികൾ ആരാണ്? ഇസ്രായേൽ ഗ്രഹമാണ്. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നോക്കുമ്പോൾ യാതൊരു പ്രതീക്ഷയുമില്ലാത്ത കേവലം ഉണങ്ങിയ അസ്ഥികൾ മാത്രമായിരുന്നു ഇസ്രായേൽ. 70 മുതൽ അവർ ലോകത്തിന്റെ എല്ലാ ഭാഗത്തെയും ചിന്തിച്ചത്. അവർ പോയ സ്ഥലങ്ങളിലൊന്നും ഒരു പ്രതീക്ഷയുമില്ലാതെ ജീവിച്ചവരായിരുന്നു. അവർ തന്റെ സ്വന്തം ഭൂമിയിലേക്ക്, ഇസ്രായേലിലേക്ക് വീണ്ടും മടങ്ങി വരാമെന്നുള്ള യാതൊരു പ്രതീക്ഷയും നൂറ്റാണ്ടുകളായിട്ട് അവർക്കുണ്ടായിരുന്നില്ല. ഉണങ്ങിയ
ഉണങ്ങിയ പ്രതീക്ഷയില്ലാത്ത അസ്ഥികളായിരുന്നു. അവരെ ചെന്ന സ്ഥലങ്ങളിലെല്ലാം പീഡിപ്പിച്ചു. അവർ പോയ സ്ഥലങ്ങളിലെല്ലാം പീഡനങ്ങൾ മാത്രമായിരുന്നു. ഫ്രാൻസിൽ അവർക്കെതിരെ വലിയൊരു വിപ്ലവം തന്നെ സംഭവിച്ചു. ഫ്രാൻസിലെ ഒരു പടയാളിയെ അവർ തെറ്റായ ആരോപണം നടത്തി രാജ്യദ്രോഹ കുറ്റത്തിൽ വിധിച്ചു. ഈ സംഭവങ്ങളൊക്കെ യഹൂദന്മാരെ ചിന്തിക്കുന്ന അനേകർ പ്രയാസമുണ്ടായി. ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു യുവാവായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിയുടെ പേരാണ് തിയോഡർ ഹസൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. യഹൂദന്മാരുടെ ചരിത്രത്തിൽ, ഈ ആധുനിക യഹൂദന്മാരുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യപ്പെട്ട ഒരു വ്യക്തിയാണ് തിയോഡർ ഹസൽ. ഞാനൊരു ജേർണലിസ്റ്റ് ആയിരുന്നു. ഞാനൊരു ലഘുലേഖ എഴുതി, ദ ഫൈനൽ സൊല്യൂഷൻ. താൻ ആ ലഘുലേഖ ഫൈനൽ സൊല്യൂഷൻ എഴുതിയ ഉദ്ദേശം ഈ യഹൂദന്മാർക്കെതിരെയുള്ള ആക്രമണം, യഹൂദന്മാർക്കെതിരെയുള്ള പീഡനം നിൽക്കണമെങ്കിൽ നമുക്ക് സ്വന്തമായ ഭൂമി ആവശ്യമാണ്. യഹൂദന് ഭൂമി ഇല്ലാത്തത് കൊണ്ട്, രാജ്യമില്ലാത്തത് കൊണ്ടാണ് ഈ പീഡനം ഉണ്ടാകുന്നത്. അത് അനേക യഹൂദന്മാർക്ക് വായിച്ചു വളരെ ആവേശപ്പെട്ടു. അങ്ങനെയാണ് ആധുനിക ചരിത്രത്തിൽ, ആധുനിക ഇസ്രായേലിന്റെ ചരിത്രത്തിൽ സയനിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്ന ആ മൂവ്മെന്റ് ആരംഭിച്ചത്. ഈ മൂവ്മെന്റ് ആരംഭിച്ചതോടുകൂടി അനേക യഹൂദന്മാർ വീണ്ടും നമ്മുടെ പിതാക്കന്മാരുടെ രാജ്യത്തേക്ക് പോകുവാൻ അവർ ആഗ്രഹിച്ചു. ഈ കാലഘട്ടത്തിലാണ് ഒന്നാമത്തെ ലോകമഹായുദ്ധം ആരംഭിച്ചത്. ഈ മൂവ്മെന്റ് വന്നു വരുമ്പോൾ തന്നെ ഒന്നാമത്തെ ലോകമഹായുദ്ധം ആരംഭിച്ചു. ഇത് മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ വേറെ സംഭവങ്ങൾ നടന്നു. യഹൂദർ ഏകദേശം 2000 വർഷത്തോളം അവരുടെ സ്വന്തം ഭാഷയായ എബ്രായ ഭാഷ സംസാരിച്ചിട്ടേ ഇല്ല. അവർക്ക് സംസാരിക്കാൻ പോലും അറിയില്ലായിരുന്നു. അപ്പോ അവരുണ്ടായിരുന്ന ഒരു യഹൂദൻ, റഷ്യൻ യഹൂദൻ, ഈ യഹൂദ ഭാഷ ഒരു പുനരുദ്ധരിക്കേണ്ട ആവശ്യമാണ് എന്ന് പറഞ്ഞ് എബ്രായ ഭാഷ പുനരുദ്ധരിക്കുവാൻ ആരംഭിച്ചു. തനിക്ക് 11 മക്കളുണ്ടായിരുന്നു. 11 മക്കളെ എബ്രായ ഭാഷ സംസാരിക്കാൻ പഠിപ്പിച്ചു. എന്നിട്ട് എബ്രായ ഭാഷ യഹൂദന്മാർ സംസാരിക്കുന്ന ഭാഷ ഒന്നായെങ്കിൽ 1180 രാജ്യങ്ങൾ കിടക്കുന്നവരെല്ലാം പേരും ഏതൊക്കെ ഭാഷ സംസാരിക്കും മനസ്സിലാക്കാൻ കഴിയും. ഒന്നും മനസ്സിലായി. അതുകൊണ്ട് അവർക്ക് മനസ്സിലായി, മടങ്ങി വരണമെങ്കിൽ, ഒരു രാജ്യത്ത് വരണമെങ്കിൽ സ്വന്തമായ ഒരു ഭാഷ ആവശ്യമാണ്. 2000 വർഷങ്ങൾക്ക് ശേഷം ആ ഭാഷ പുനരുദ്ധാനം പ്രാപിച്ചു. എബ്രായ ഭാഷ അവർ പഠിക്കുവാൻ തുടങ്ങി. പുതിയ ഫ്രേസുകൾ ആരംഭിച്ചു. അങ്ങനെ യഹൂദ സംസാരിച്ചുകൊണ്ടിരുന്ന 2000 ആണ്ടിന് മുമ്പ് സംസാരിച്ചുകൊണ്ടിരുന്ന ഭാഷ വീണ്ടും സംസാരിക്കുവാൻ തുടങ്ങി. ചരിത്രത്തിൽ നടന്നിട്ടില്ല. അത് അത്ഭുതകരമായ കാര്യങ്ങളാണ്. ഈ കാലഘട്ടത്തിലായിരുന്നു ഒന്നാമത്തെ ലോകമഹായുദ്ധം. ഈ കാലത്ത് 3 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുവാൻ ആഗ്രഹിക്കാൻ. ഈ അസ്ഥികൾക്ക് ജീവൻ ഉണ്ടാകുവാൻ 3 കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന്, 37-ാം അധ്യായത്തിലേക്ക് വരാം. 7-ാം വാക്യത്തിൽ വായിക്കുന്നത് ഒന്നാമത് അവിടെ ഒരു വലിയൊരു ശബ്ദം, there was a noise, വലിയൊരു മുഴക്കമുണ്ടായി. There was a noise. ആ നോയ്സ് എന്ന് പറയുന്നത് എബ്രായ ഭാഷയ്ക്ക് വേണമെങ്കിൽ ഡിക്ലറേഷൻ എന്ന് വേണമെങ്കിൽ there was a declaration, there was a noise. രണ്ടാമത്തെ എന്തുണ്ടായി? അവിടെ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. There was a shake. ഈ രണ്ട് സംഭവിച്ചപ്പോൾ എന്താണ്? അസ്ഥികൾ ഒന്നുകൂടി ചേർന്നു. അസ്ഥികൾ ഒന്നുകൂടി ചേർന്നു മാത്രമല്ല, അസ്ഥികൾക്ക് ത്വക്കും മാംസവും വന്നു. എന്താ നോക്കിയപ്പോൾ എന്താ? ഒരു ജീവനില്ലാത്ത ശവങ്ങളായി മാറി. ഈ 2 കാര്യങ്ങൾ സംഭവിച്ചപ്പോഴാണ് ഉണ്ടായത്. എന്നാൽ ദൈവം പറഞ്ഞു, എന്തുണ്ടാകണം? ജീവൻ ഉണ്ടാകണം. ജീവൻ ഉണ്ടാകണമെങ്കിൽ ഒരു കാര്യം കൂടെ നടക്കണം. എന്താണ്? 4 ദിക്കിൽ നിന്ന് കാറ്റ് ഈ നിഹതന്മാരുടെ ഉയരണം. അപ്പോൾ അവർ ജീവൻ ഉണ്ടാകും. നമുക്ക് നോക്കാം, ചരിത്രത്തിലേക്ക് നോക്കാം. ചരിത്രത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. ഈ പ്രവചനം അക്ഷരാർത്ഥത്തിൽ ചരിത്രത്തിൽ സംഭവിച്ചു എന്ന് പറയുന്നത് യാതൊരു പ്രതീക്ഷയുമില്ലാത്ത യഹൂദൻ, യാതൊരു പ്രത്യാശയില്ലാത്ത യഹൂദൻ, ഉണങ്ങിയ അസ്ഥികളായിരുന്ന യഹൂദൻ അവരൊന്നിച്ചു വരുവാൻ തുടങ്ങി. അതിന് കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഭാഷയാണ് അവരെ സഹായിച്ചത്. ഈ ഭാഷ പരമായിട്ട് ഒന്നിച്ച് അസ്ഥികൾ നനങ്ങാൻ തുടങ്ങി. ഈ ഭാഷ മാത്രമല്ല, 1-ാം ലോകമഹായുദ്ധത്തിൽ സംഭവിച്ച വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. 1-ാം ലോകമഹായുദ്ധം ബ്രിട്ടീഷ് മറ്റവരുടെ സഖ്യകക്ഷികളും ജർമ്മനിയോടും അവരുടെ കക്ഷികളോടും കൂടി യുദ്ധത്തിന്റെ നമുക്കറിയാം ആവശ്യത്തിന്റെ കാര്യം. അതിനൊക്കെ വളരെ നിസ്സാരമായ കാരണങ്ങളായിരുന്നു 1-ാം ലോകമഹായുദ്ധത്തിൽ.
കെമിസ്റ്റ് ഒരു വാതകം കണ്ടുപിടിച്ചു. ആ വാതകത്തിന്റെ പേര് TNT, ട്രൈനൈട്രോടൊലുമിൻ. TNT എന്ന് പറഞ്ഞ വാതകം കണ്ടുപിടിച്ചു. ആ ഒരു യുവാവായ ഒരു യഹൂദനാണ് കണ്ടുപിടിച്ചത്. ആ ബീസ്റ്റ്മാൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആ വാതകം കണ്ടുപിടിച്ചു. യുദ്ധം കഴിഞ്ഞു. ബ്രിട്ടൻ വളരെ വിജയം ആഘോഷിച്ചു. ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓർത്ത് ഈ യുവാവിനെ ഓർത്തു. അവരോട് പറഞ്ഞു, ആ യുവാവിനെ വിളിച്ചു പറഞ്ഞു, നീ ചെയ്ത കണ്ടുപിടുത്തത്തിന്റെ പാരിതോഷികമായിട്ട് നിനക്ക് എന്താണ് വേണ്ടത്? എന്ത് വേണമെങ്കിലും തരുവാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ഈ യുവാവ് പറഞ്ഞ്, എനിക്ക് യാതൊരു പൈസയും ആവശ്യമില്ല. എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. ഞാനൊരു യഹൂദനാണ്. ഞങ്ങളുടെ ഭൂമി അവിടെ ആരുമില്ലാതെ കിടക്കുകയാണ്. There's a land without people. ആൾക്കാരില്ലാത്ത ഒരു ഭൂമി കിടക്കും. And there's a people without a land. സ്ഥലമില്ലാത്ത ഒരാൾക്കാർക്ക്. അതുകൊണ്ട് ആൾക്കാരില്ലാത്ത സ്ഥലത്തെ എന്താണ് ഈ സ്ഥലമില്ലാതിരിക്കുന്ന ജനത്തെ there's a land without people and there's a people without a land. So please allow us to enter into our land. ബ്രിട്ടീഷുകാർ ഈ മരുഭൂമി യാതൊരു വെള്ളമില്ലാത്ത ഭൂമിയിൽ നല്ല വെള്ളം ആഫ്രിക്കയിലൊക്കെ നല്ല വെള്ളമുള്ള സ്ഥലം തരാം. നിങ്ങൾ ഈ സ്ഥലത്ത് പോകും. ഞങ്ങളുടെ ഭൂമിയാണ്. ആ ഭൂമിയിൽ നിന്ന് പ്രവേശിക്കുവാനുള്ള അവകാശമുണ്ട്. എല്ലാം വേണ്ട. ബ്രിട്ടീഷ് ഗവൺമെന്റ് അതിനെ സംബന്ധിച്ചു. കാര്യം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കയ്യിലായിരുന്നു ആ സ്ഥലം അന്ന്. ഒന്നാം ലോക മഹായുദ്ധത്തിന് അനന്തരഫലമായിട്ട് അവർക്ക് അവകാശം വന്നു. എന്നാൽ അതിന്റെ അവകാശം അവരാണെങ്കിലും അന്ന് അത് നിയന്ത്രിച്ചിരുന്നത് ഭരണം നടത്തിക്കൊണ്ട് ടർക്കികളാണ്. ടർക്കികളുടെ മുസ്ലിങ്ങളാണ്. അവരെ യഹൂദന്മാരെ അനുവദിക്കുമോ കയറാൻ അവരുടെ പ്രയാസമായ ഒരു കാര്യമാണ്. ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ഒരു അധിപനായിരുന്ന അലൻബിയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, അലൻബി ഈ യഹൂദന്മാർക്ക് യെരുശലേമിൽ പ്രവേശിക്കുവാൻ സഹായിക്കണം. അതിനുവേണ്ടിയുള്ള ആദ്യത്തെ നടപടിയായിട്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഒരു ഡിക്ലറേഷൻ ഉണ്ടായി. അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ആർതർ ബാൽഫോർ എന്ന് പറയുന്ന വ്യക്തി ഒരു ഡിക്ലറേഷൻ ഒരു പാസ്സാക്കി പാർലമെന്റിൽ. ആ ഡിക്ലറേഷന്റെ പേരാണ് ബാൽഫോർ ഡിക്ലറേഷൻ. ബാൽഫോർ ഡിക്ലറേഷന്റെ അനന്തര ഫലമായിട്ട് യഹൂദന്മാർക്ക്, ലോകത്തിൽ എവിടെയുള്ള യഹൂദന്മാർക്കും യെരുശലേമിലേക്ക് തങ്ങളുടെ സ്വന്തം ഭൂമിയിലേക്ക് കടക്കാനുള്ള അനുവാദം ലഭിച്ചു. ഇവിടെ പറയുന്നത് എന്താണ്? There was a noise. അവിടെ ഒരു വലിയൊരു നോയ്സ്. There was a declaration. ആ ഡിക്ലറേഷന്റെ ഫലമായിട്ട് ലോകത്തിൽ ഉണങ്ങിക്കിടന്ന അസ്ഥികൾ ഒന്നായിരുന്നു. ഞങ്ങളുടെ അലൻബിയാണ് അവിടെ പ്രവേശിക്കാൻ ആദ്യമായിട്ട് പറഞ്ഞു പോയത്. അലൻബി ഒരു ക്രിസ്ത്യാനിയായിരുന്നു. പ്രാർത്ഥിച്ചു, കർത്താവ് ഒരു വെടികൊണ്ട് പോലും വെക്കാതെ ആ യെരുശലേമിലേക്ക് പ്രവേശിക്കുവാൻ എന്നെ സഹായിക്കണം. ഈജിപ്തിലായിരുന്ന അലൻബി കുതിരപ്പുറത്ത് യെരുശലേമിലേക്ക് പ്രവേശിക്കുവാനായി പോയി. താൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത്. ദൈവം തന്റെ പ്രാർത്ഥന കേട്ടു. ടർക്കികൾ അറിഞ്ഞു ആയിരുന്നു അലൻബി വരുന്നു. അവർ പറഞ്ഞു അലൻബി വരുന്നു. അവർക്ക് പ്രൊണൗൺസ് ചെയ്യാൻ അറിയില്ല. അവർ പ്രൊണൗൺസ് ചെയ്യാൻ പറഞ്ഞില്ല. ടർക്കികൾ അത് പ്രൊണൗൺസ് ചെയ്ത് അലാബി വരുന്നു. അപ്പൊ അലാബി വന്നു കഴിഞ്ഞാൽ അലാബിയോട് ദൈവത്തിന്റെ അള്ളാഹി വരുന്നു എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു നമുക്ക് യാതൊരു യുദ്ധം ചെയ്യാൻ പാടില്ല. ഒരു വെടികൊണ്ട് പോലും വെക്കാതെ യെരുശലേമിലേക്ക് യഹൂദന്മാർക്ക് പ്രവേശിക്കുവാൻ അത് മുഖാന്തരം വഴിയായി. വളരെ വ്യക്തമായ പ്രവചനമാണ്. ഒന്നാം ലോകമഹായുദ്ധത്തെ കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ അനന്തര ഫലമായിട്ടുണ്ടായ സംഭവമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ ഒരു വലിയൊരു മുഴക്കമുണ്ടായി. There was a declaration, and as a result of the declaration, the dry bones came together. അതുകൊണ്ട് അവസാനിച്ചില്ല. ചില നാളുകൾക്ക് ശേഷം രണ്ടാം ലോകമഹായുദ്ധം നമുക്കറിയാം. ചരിത്രം വേണ്ടിയിട്ട് ആവശ്യമില്ല. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഏറ്റവും ക്രൂരമായ വിധത്തിൽ യഹൂദൻ പീഡിപ്പിക്കപ്പെട്ടു. ആ ചരിത്രം വായിച്ചാൽ ഞെട്ടിപ്പോകും. വായിക്കുന്നതാണ് ചിലരെങ്കിലും. ഞാൻ പുസ്തകം വായിക്കേണ്ട യഹൂദന്മാരെ എത്രമാത്രം രണ്ടാം ലോകമഹായുദ്ധത്തിൽ പീഡിപ്പിച്ചു എന്ന പുസ്തകം വായിച്ചാൽ രാത്രി ഉറങ്ങാൻ കഴിയുന്നു. നിഷ്ഠൂരത, മനുഷ്യന്റെ ഏറ്റവും വലിയ നിഷ്ഠൂരത അവിടെ ഉണ്ടാകാൻ കഴിയുന്നുണ്ട്. ഭയാനകമായി തോന്നുന്ന ഒരു സംഭവമായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഹിറ്റ്ലർ 95% യൂറോപ്യൻ ജൂയിഷ് എലിമിനേറ്റ്. 95% യഹൂദന്മാർ യൂറോപ്പിൽ നിന്നും അവർ നശിപ്പിച്ചു പറഞ്ഞു, കൊന്നു പറഞ്ഞു, ഗ്യാസ് ചേമ്പറിൽ കയറ്റി.
അവരെ നിഗ്രഹിച്ചു. ഭയാനകമായ സംഭവം. ലോകത്തോടാരും അറിഞ്ഞില്ല. ഇത് അറിഞ്ഞപ്പോഴാണ് ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ന്യൂറംബർഗ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് അത് വിസ്താരം ലോകത്തെ ഞെട്ടിച്ച ഏറ്റവും വലിയ സംഭവമായിരുന്നു യഹൂദന്മാരോടുള്ള ഈ പീഡനം, ഹോളോകാസ്റ്റ് എന്ന് പറയുന്ന ആ സംഭവം. അതാണ് രണ്ടാമത് പറയുന്നത്. ലോകം മുഴുവനും കീഴടക്കിയത് കുലുക്കിക്കളഞ്ഞ, ലോകത്തിന്റെ മനസാക്ഷിയെ കുലുക്കിക്കളഞ്ഞ ഒരു സംഭവമായിരുന്നു ആ പീഡനം. രണ്ടാം ലോക മഹായുദ്ധത്തിന് അനന്തരഫലമായിട്ട് യഹൂദൻ പറഞ്ഞു, ഞങ്ങൾക്ക് പ്രവേശിക്കുവാൻ മാത്രമല്ല, ഞങ്ങൾക്ക് സ്വന്തമായ ഒരു രാജ്യം ആവശ്യമാണ്, ഞങ്ങൾക്ക് സ്വന്തമായ ഒരു ആവശ്യമാണ്. അവർക്ക് സഹായം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച രാജ്യം അവരെ സഹായിച്ചില്ല. യുഎൻഒ ഫോം ചെയ്തു. യുഎൻഒയുടെ പ്രമേയം വന്നു. ആദ്യമായിട്ട് വന്ന രാജ്യം യഹൂദന്റെ രാജ്യമാണ്. അത് പ്രമേയം വന്നു. ഏറ്റവും കൂടുതൽ എതിർത്തത് ബ്രിട്ടീഷുകാരാണ്. എന്തുമായി സഹായിച്ചു? എല്ലാ ചരിത്രത്തിൽ വായിക്കേണ്ടതാണ്. അവരെ സഹായിക്കാൻ വന്നത് റഷ്യക്കാരാണ്. സാധാരണ യഹൂദനോട് ഏറ്റവും ദേഷ്യമുള്ളവരാണ് റഷ്യക്കാർ. എന്നാൽ യുഎൻഒയിൽ രാജ്യം സ്ഥാപിക്കാൻ അവരെ സഹായിക്കാൻ വന്നത് റഷ്യയാണ്. ചുരുക്കി പറയട്ടെ, 1948 മെയ് 14 ഭൂമിയുടെ മധ്യഭാഗത്തെ ഒരു കൊച്ചു രാജ്യം ജനിച്ചു. ഒരു ദിവസം ഒരു രാജ്യം ജനിക്കുമോ? റഷ്യാവ് ചോദിക്കുകയാണ്. അതെ, ഒരു ദിവസം ഒരു രാജ്യം ജനിച്ചിരിക്കുകയാണ്. ഒരു കുട്ടി ജനിക്കുമ്പോൾ മാതാവ് പ്രസവവേദന അനുഭവിക്കാം. ഒരുപക്ഷെ ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവും ഇസ്രയേൽ എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തിന്റെ ജന്മത്തിന് വേണ്ടി, അതിന്റെ ആ ജനിച്ചു വീഴുവാൻ വേണ്ടി ലോകം അനുഭവിച്ച പ്രസവവേദനയായിരുന്നു എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഈ ലോകം കടന്നുപോയ പ്രസവവേദനയായിരുന്നു ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവും. അവർ രാജ്യമായി തന്നു, രാജ്യമായി പ്രഖ്യാപിച്ചു. നിർഭാഗ്യമെന്ന് പറയട്ടെ, അവർ അവരുടെ ദൈവമായ യഹോവയെ ഓർത്തില്ല, അവർ യഹോവയെ മനസ്സിലാക്കിയില്ല. അവർ രാജ്യമായി ഒന്നായി തീർന്നു. എന്നാൽ അവർ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുകയോ സ്തുതിക്കുകയോ യഹോവയാണ് ഞങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന് ഒരിക്കലും പ്രഖ്യാപിച്ചില്ല, അംഗീകരിച്ചില്ല. ഈ അവർ ഒന്നായി തീർന്നു. അതിന് മാംസവും ദുഃഖം പിടിച്ചു. നോക്കിയപ്പോൾ എന്താണ്? അവർക്ക് ജീവൻ. ഇന്നും ബഹുഭൂരിപക്ഷം യഹൂദന്മാർ നിരീശ്വരന്മാരാണ്, ദൈവത്തിൽ വിശ്വസിക്കാത്തവരാണ്, ദൈവഭയമില്ലാത്തവരാണ്. അവർക്ക് ജീവനില്ല. ഇത് ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളുണ്ടായ സംഭവം. ഇനി എന്താണ് വേണ്ടത്? പ്രവാചകൻ എന്താണ് പറയുന്നത്? ഇത് നമ്മളുടെ ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഈ പ്രപഞ്ചം അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു എങ്കിൽ മൂന്നാമത്തെ ആ കാര്യം സംഭവിക്കണം. എന്താണ്? 4 ദിക്കിൽ നിന്നും ആ 4 ദിക്കിൽ നിന്ന് കാറ്റടിക്കുന്ന ആ കാറ്റടിയാണ് മൂന്നാമത്തെ ലോകമഹായുദ്ധം അഥവാ അറിഞ്ഞത്. അതിനെക്കുറിച്ച് വിശദീകരിക്കും വളരെയുണ്ട്. വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വിഷയം വേറെ വളരെ വിശദമായി പറയുന്നത് ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം 36 മുതലുള്ള വാക്കുകൾ വായിക്കാമെങ്കിൽ മനോഹരമായതിനെ കുറിച്ച് പറയുന്നുണ്ട്. 40-ാം വാക്യത്തിൽ പറയുന്നുണ്ട് ആരാണ് യുദ്ധം ആരംഭിക്കുന്നത് പറയുന്നുണ്ട്. തെക്കു നിന്നുള്ള രാജ്യം യഹൂദനെ ആക്രമിക്കും. തെക്കു നിന്നുള്ള രാജ്യം ഈജിപ്റ്റാണ്. ലോകമഹായുദ്ധം ആരംഭിക്കുന്നത് ഈജിപ്റ്റായിരിക്കും. വേറെ എവിടെ യുദ്ധം നടന്നാലും പേടിക്കണ്ട. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ യുദ്ധം എല്ലാവരും ചോദിച്ചു, സഹോദര അഫ്ഗാനിസ്ഥാൻ യുദ്ധം ലോകമഹായുദ്ധമായി തീരുന്നു. ഞാൻ പറഞ്ഞു, സഹോദര പേടിക്കണ്ട, ഇത് ലോകമഹായുദ്ധമൊന്നും ആകാൻ പോകുന്നില്ല. കുവൈറ്റിൽ യുദ്ധം നടത്തുക, ഇറാഖിൽ നടന്നു. ഞങ്ങൾക്ക് പേടിക്കണ്ട, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. എവിടെയായിരിക്കും അതൊന്നും നടക്കാൻ പോകുന്ന ആരംഭിക്കുന്നത്? ഈജിപ്തിലായി. ഈജിപ്റ്റാണ് ആദ്യത്തെ അറ്റാക്ക്. ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, അത് നടക്കുമ്പോൾ നമ്മൾ ആരെയുണ്ട്? അതൊന്നും പേടിക്കപ്പെട. നമ്മളിവിടെ ഉണ്ടെങ്കിൽ യുദ്ധം നടത്താൻ പേടിക്കേണ്ട കാര്യമില്ല. ലോകമഹായുദ്ധമാണ്. അപ്പൊ ഇത് ആരംഭിക്കുവാൻ പോകുന്നത് ഈ പീഡന കാലത്തിന്റെ മധ്യത്തിലായിരിക്കാം. ഒരു പക്ഷേ ഈ യുദ്ധത്തിന്റെ പ്രതിമ വെച്ചതിന് ശേഷമായിരിക്കും അത് നടക്കാൻ പോകുന്നത്. അതിന്റെ സാമ്പത്തിക വ്യവസ്ഥ മുഴുവൻ തകരുമ്പോൾ ഈ അന്ത്യക്രിസ്തു ഈ യുദ്ധത്തിലേക്ക് പ്രവേശിക്കും. ഇതിന്റെ കാരണം അതെന്താണ് കാരണം എന്ന് പറയുന്നത് നോക്കാം. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിലേക്ക് വരാം. അല്പം ഒന്ന് ഓടിച്ചിട്ട് ശ്രദ്ധിക്കുന്നവർ നല്ല മനോഹരമായ വേദഭാഗമാണ്. അവിടെ ഈ യുദ്ധത്തെ കുറിച്ച് വിവരിക്കുന്ന വളരെ ഭംഗിയായി വിവരിക്കുന്ന ഒരു വേദഭാഗമാണ്. ആരൊക്കെ ഏതൊക്കെ രാജ്യങ്ങളോട് വരുമെന്ന് വ്യക്തമായിട്ട് കാണാൻ കഴിയും. 11-ാം അധ്യായം 40-ാം വാക്യം വായിക്കും. പിന്നെ അന്ത്യകാലത്ത് നടക്കുന്ന യുദ്ധമാണ്. തെക്കേ ദേശത്തെ രാജാവ് അവനോട് എതിർത്ത് മുട്ടും. തെക്കേ ദേശത്തെ രാജാവ്
സംശയം തോന്നുന്നത്. നിങ്ങൾ എല്ലാവരും സഹോദരൻ ഇതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയും. ഇത് ലോകമഹായുദ്ധമാണ്. എന്താണ് ഒന്നാമത്തെ ചോദ്യം? അവിടെ തന്നെ പറയുന്നത് അന്ത്യകാലത്ത് നടക്കുന്നത്. അപ്പൊ ഈ യുദ്ധം നടക്കാൻ പോകുന്ന അന്ത്യകാലത്താണ്. രണ്ടാമത്, ഈ യുദ്ധത്തിൽ കിഴക്കിൽ നിന്നുള്ള വാർത്ത എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. കിഴക്കിൽ നിന്നുള്ള വാർത്ത അവനെ ഭയപ്പെടുത്തുന്ന അവൻ പരവശനാവും. അഥവാ ഈ സിറിയ പരവശനാവും. അതാണ് സിറിയ അവിടെ ഉദ്ദേശിക്കുന്നത്. കിഴക്കിൽ നിന്നുള്ള രാജ്യത്ത് നിന്ന് സൈന്യങ്ങൾ വരുന്ന കാര്യം ഇവിടെ രേഖപ്പെടുത്തുന്നത്. കിഴക്കിൽ നിന്ന് വരുന്ന ആരാണ്? വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കിഴക്കിൽ നിന്നുള്ള രാജാക്കന്മാർ തങ്ങളുടെ സൈന്യത്തെ യൂഫ്രട്ടീസ് നദീതീരത്തുകൂടി അയക്കുന്നുണ്ട്. എത്ര പേരാണെന്നറിയോ? 20 കോടി സൈന്യം. 20 കോടി സൈന്യത്തെ അയക്കണമെങ്കിൽ ആ രാജ്യം ആരൊക്കെ ആയിരിക്കും? ഇന്ത്യയും ചൈനയും. അവർക്ക് മാത്രം ഇത്രയും സൈന്യങ്ങൾ അയക്കണം. അപ്പൊ ഈ കാലത്തെ കിഴക്ക് നിന്നുള്ള രാജ്യത്ത് നിന്ന് വരുന്ന സൈന്യത്തെ കുറിച്ച് പറയുന്നത് കൊണ്ട് വ്യക്തമാണ് ഈ യുദ്ധം ഏത് യുദ്ധമാണ്? യുദ്ധത്തിന്റെ മനോഹരമായ ചിത്രമാണ്. ഇവിടെ ഏതൊക്കെ രാജ്യങ്ങളാണ് യുദ്ധത്തിൽ ഏർപ്പെടുന്നതെന്ന് വ്യക്തമായി പറയുന്നത്. താഴോട്ട് വായിക്കാൻ വേണ്ടി കാണാം. വായിക്കാം. 34 വാക്കുകൾ. അതുപോലെ ഈ വടക്കിൽ നിന്ന് വരുന്ന സിറിയ മനോഹര ദേശത്തേക്ക് കടക്കും. 10,000 പേർ ഇടറി വീഴും എന്ന് പറഞ്ഞാൽ ജോർഡൻ, ഇന്ന് കാണുന്ന ജോർഡൻ സിറിയയെ സപ്പോർട്ട് ചെയ്യും. അതാണ് ഇവിടെ അർത്ഥം. അപ്പോൾ ഇസ്രായേൽ ദേശത്തെയും അവൻ ആക്രമിക്കും. ഈ കിഴക്കിൽ നിന്ന് വരുന്ന വടക്കിൽ നിന്ന് വരുന്ന സിറിയ ഇസ്രായേൽ ദേശത്തെ ആക്രമിക്കും. അവൻ ഒന്നും വെള്ളിയുമായ നിക്ഷേപങ്ങളെയും ഇസ്രായേലിന്റെ മനോഹര വസ്തുക്കളെയും കൈവശമാക്കും. രൂപിലും ക്രൂശിലും അവന്റെ അനുചാരികൾ ലിബിയയിലെത്തി. ലിബിയയിലും എത്യോപ്യയിലുള്ളവ അവന്റെ അധീനതയിൽ വരും എന്ന് പറഞ്ഞാൽ ഈ സന്ദർഭത്തിൽ നിങ്ങൾ മാപ്പ് ഓർമ്മയുണ്ടെങ്കിൽ സിറിയ വടക്കാണ്. വടക്കിൽ നിന്നും ഇസ്രായേലിലേക്ക് വരികയും ഈജിപ്തിൽ ആക്രമിക്കുകയും ഒടുവിൽ ലിബിയ വരെ വരും. ലിബിയ ആഫ്രിക്കയുടെ വടക്കൻ ഭാഗമായ രാജ്യമാണ്. നമുക്കറിയാം അടുത്ത കാലത്ത് ഗഡാഫിയുടെ കാര്യങ്ങളൊക്കെ ലിബിയയിൽ എന്തൊക്കെയാണ് നടന്നത്. അവിടെ വരുമ്പോൾ അവനൊരു വാർത്ത കിട്ടും. എന്താണ്? കിഴക്കിൽ നിന്നുള്ള വാർത്തയും വടക്കിൽ നിന്നുള്ള വാർത്ത. വടക്ക് അതിന് ലിബിയയുടെ നേരെ മുകളിൽ കാണുന്ന രാജ്യം ഏതാണെന്ന് അറിയാമോ? നിങ്ങൾ മാപ്പ് നോക്കിയാൽ അറിയാം. റോം, ഇറ്റലി. ലിബിയ വടക്ക് ആഫ്രിക്കയുടെ വടക്കൻ ഭാഗത്ത് ലിബിയയിൽ നിന്ന് നേരെ മുകളിലോട്ട് നോക്കിയാൽ വടക്കോട്ട് നോക്കിയാൽ കാണുന്ന രാജ്യം റോം. അഥവാ വേറെ തരത്തിൽ പറഞ്ഞാൽ ഇത് വളരെ വിശദീകരണം ആവശ്യമാണ്. സഭയിൽ അത്ര വിശദീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ റോമിൽ നിന്ന് അഥവാ അന്തിക്രിസ്തു തന്റെ സൈന്യത്തെ അയക്കുന്നത് ഇവർ മനസ്സിലാക്കും. ഈ അന്തിക്രിസ്തു അവിടെ നിന്ന് വരുന്നവനാണ്, റോമിൽ നിന്ന് വരുന്നത്. അഥവാ പടിഞ്ഞാറേ രാജ്യത്ത് നിന്ന് വരുന്നവനാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇപ്പൊ ഏതൊക്കെ രാജ്യ ഭാഗങ്ങളായി നോക്കിയേ? തെക്കായി, വടക്കായി, കിഴക്കായി, പടിഞ്ഞാറോ? നമുക്ക് ലിബിയയുടെ നേരെ മുകളിൽ ഇവിടെ ഇറ്റലിയാണ്, റോമാണ്. അത് ഏത് രാജ്യമാണ്? നമ്മുടെ ഭൂപ്രകൃതി നോക്കിയാൽ അത് വടക്കാണ്, അത് പടിഞ്ഞാറാണ്, വെസ്റ്റിൽ. അപ്പൊ വെസ്റ്റിൽ നിന്നുമാണ് അത് റോമൻ സൈന്യം അഥവാ അന്തിക്രിസ്തുവിന്റെ സൈന്യത്തെ അവനയക്കും. അങ്ങനെ നമുക്കറിയാം ഈ 4 ദിക്കിൽ നിന്നുമുള്ള സൈന്യങ്ങൾ ആക്രമിക്കുകയും മടങ്ങിപ്പോകും. ഈ സ്ത്രീയിലെ രാജാവ് മടങ്ങിപ്പോയി യെരൂശലേമിലെത്തും. യെരൂശലേമിലെത്തുമ്പോൾ ഈ 4 ദിക്കിൽ നിന്നുമുള്ള സൈന്യങ്ങൾ യെരൂശലേമിനെ അന്ത്യത്തിൽ നടക്കുന്ന കാര്യം, ഓരോ നാളിൽ നടക്കുന്ന കാര്യമാണ്. യെരൂശലേം സർവ്വലോകത്തിന് ഭാരമായി തീരുന്ന ഒരു നാളും യെരൂശലേമിലാണ്. അവരുടെ എല്ലാ ഒരേ ഉദ്ദേശം, അവർ വന്നവർക്ക് പലരുടെ ഉദ്ദേശം ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാര്യം ഈ ചെറിയ രാജ്യമാണ്. യഹൂദനെ നശിപ്പിച്ചു കളഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം, അതാണ് അവരുടെ സൊല്യൂഷൻ, ഫൈനൽ സൊല്യൂഷൻ. യഹൂദനെ നിർമൂലമാക്കുക. യഹൂദൻ ഈ പീഡനം മറ്റേ യഹോവയായ ദൈവത്തോട് നിലവിളിക്കും. അല്ലയോ കർത്താവേ, മെസ്സിയായേ, നീ എവിടെയാണ്? ഞങ്ങളെ രക്ഷിക്കാൻ കടന്നു വരേണമേ എന്ന് അവർ നിലവിളിക്കും. അവർ നിലവിളിക്കുമ്പോൾ അവരെ രക്ഷിക്കുവാനായിട്ടുള്ള കർത്താവ് മഹത്വ സമ്പൂർണനായിട്ട് തേജസ്സിൽ പ്രത്യക്ഷ
അവരെ രക്ഷിക്കുവാനായിട്ട് അവൻ മഹത്വത്തിൽ പ്രത്യക്ഷനാണ്. നമുക്ക് നോക്കാം വെളിപ്പാട് പുസ്തകം 19 അധ്യായത്തിലേക്ക് വരാം. അവർ ആ വെളിപ്പാടിനെ കുറിച്ച് കാണുന്നു. കിരീടധാരിയായി രാജാതി രാജാവായി കർത്താതി കർത്താവായിട്ട് അവൻ പ്രത്യക്ഷപ്പെടുകയാണ്. വെളിപ്പാട് പുസ്തകം 19 അധ്യായം 11 മുതലുള്ള ചില വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ കണ്ടു, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിന്മേൽ ഇരിക്കുന്നവൻ വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അവൻ നീതിയോടെ ഇരിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേക ജ്ഞാനമുടികൾ, എണ്ണിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ചിരിക്കുന്നു. അവൻ ദൈവജൻ എന്ന് പേർ പറയുന്നു. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷവസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂച്ചുള്ള വാൾ പുറപ്പെടുന്നു. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂച്ചുള്ള വാൾ പുറപ്പെടുന്നു. കർത്താവ് മഹത്വത്തിൽ ഒരു മലയിൽ വരുന്ന മനോഹരമായ ചിത്രമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അവൻ ആരാണ്? 16 വാക്യത്തിൽ വായിക്കുന്നത് അവൻ രാജാതി രാജാവും കർത്താതി കർത്താവും. 17 വാക്യം കൂടി വായിക്കും. 17 വാക്യം കൂടി വായിക്കും. സൂര്യൻ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും രാജാക്കന്മാരുടെ മാംസവും സഹസ്രാധിപന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസവും കുതിരപ്പുറത്തിരിക്കുന്നവരുടെ മാംസവും സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസം തിന്നുവാൻ മഹാദൈവത്തിന്റെ അത്താഴത്തിൽ വന്നുകൂടി എന്ന് ഉറക്കപ്പെടുന്നു. മഹാദൈവത്തിന്റെ അത്താഴം. ഏതത്താഴം ഇത്? മാംസം തിന്നാനുള്ള അത്താഴം. പക്ഷികൾക്ക് മാംസം തിന്നാനുള്ള അത്താഴം. ഇതാണ് അർമ്മകടലിൽ പക്ഷികൾക്ക് ധാരാളമായി ശവം ഉള്ളടത്തത്. ഈ കഴുകന്മാർ വാസ്തുവിൽ ധാരാളമായി എൻജോയ് ചെയ്യുന്ന കർത്താവിന്റെ അത്താഴം, മഹാ അത്താഴം, ഈ അർമ്മകടലിൽ. അതിന്റെ അവസാനത്തിൽ എന്താണ് നടക്കുന്നത് ശ്രദ്ധിക്കുക. മൃഗത്തെയും അതിനു മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ച് കെട്ടി ഇരുവരെയും ഗന്ധം കത്തുന്ന തീർക്കുകയും ജീവനോടെ കളിക്കുന്നത്. ആരെ പിടിച്ചത്? പ്രിസണേഴ്സ് ഓഫ് വാർ. യുദ്ധത്തിൽ ആൾക്കാരെ പിടിക്കും. ഇവരെ ജീവനോടെ പിടിച്ച 2 പേരുണ്ട്. ആരാണ്? കള്ളപ്രവാചകനെയും അവരെ എന്ന് പറഞ്ഞാൽ ഇവരാണ് ഇതിന്റെ ഈ യുദ്ധത്തിന്റെ നേതാക്കന്മാർ. ഈ നേതാക്കന്മാരെ പിടിച്ച് ജീവനോട് ബന്ധിക്കുകയാണ്. ജീവനോട് ബന്ധിച്ചെന്ന് മാത്രമല്ല, അവരെ ജീവനോട് എവിടെ തള്ളിയിടും? തീപ്പൊരികളിലേക്ക് തള്ളിയിടും. നരകത്തിൽ ഉദ്ഘാടനം ചെയ്ത് വിരൽ. ഇന്ന് നരകത്തിൽ ആരുമില്ല. ആരെക്കൊണ്ട് നരകത്തിൽ ഇല്ല. നരകത്തിന്റെ ഉദ്ഘാടനം നടത്തുന്നത് ഈ കള്ളപ്രവാചകനും. പിന്നെ നരകം കാര്യമാണ്. ഇപ്പൊ ആരുമില്ല. ഇന്ന് ക്രിസ്ത്യന്മാരായ ഭാവികളായി മരിക്കുന്നവർ എവിടെയാണെന്ന ചോദ്യത്തിന് ഉത്തരം ലൂക്കോസിന്റെ സുവിശേഷം 16 അധ്യായത്തിലുണ്ട്. ഭാവിയായ ധനവാൻ മരിച്ചപ്പോൾ അവൻ എവിടെ പോയി? യാതനാ സ്ഥലത്ത് പോയി. അവിടെ പറയുന്നില്ല ഗന്ധകം കത്തിനൊക്കെ പോയിക്കല്ല. യാതനാ സ്ഥലമാണ്. അത് വലിയ വ്യത്യാസമൊന്നുമില്ല, മറ്റേതുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ തീപ്പൊയ്ക പോലെ തന്നെയാണ്. അവിടെ ദാഹിക്കും, യാതൊരു ഇതുമില്ലാതെ വെള്ളമില്ലാതെ വിഷമിക്കുന്ന കാര്യം നമുക്കറിയാം. എന്നാൽ ഒരു കള്ളനെ പിടിച്ചാൽ, ഒരു കൊലപാതകയെ പിടിച്ചാൽ ആദ്യമേ ജയിലിലാണ് വിടുന്നത്. അവനെവിടെ ലോക്കപ്പിലെഴുതല്ലേ? അവന് പ്രശ്നങ്ങളുടെ തിഹാർ ജയിലോട്ട് പോകാതെ ഈ ജയിലിലേക്ക് പോകുന്നതിന് മുൻപ് എന്താ നടക്കണം? വിധി നടക്കണം, വിസ്താരം നടക്കണം. വിസ്താരം നടന്നെങ്കിൽ മാത്രമേ ഈ വിധി സെന്റർ പ്രസൻ. അതിന് മുമ്പ് പോലീസ് കസ്റ്റഡിയിലാണ്, ലോക്കപ്പിലാണ്. അതും ജയിലുമായിട്ട് വ്യത്യാസമൊന്നുമില്ല. അത് നമുക്കറിയാം, എല്ലാം ഉപയോഗിക്കുകയാണ്. അതുപോലെ ഇന്ന് കിടക്കുന്ന ദുഷ്ടന്മാർ കിടക്കുന്ന സ്ഥലത്തിന്റെ പേര് യാതനാസ്ഥലം എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നരകം ഇന്ന് ആരുമില്ല. അവിടെ ആദ്യം ഉദ്ഘാടനം ചെയ്യുന്ന 2 വ്യക്തികളാണ് ഈ കള്ളപ്രവാചകനും. ഈ ലോകത്തിൽ ഏറ്റവും നീതിമാന്മാരായി ജീവിച്ച, ദൈവത്തോട് കൂടെ നടന്ന, ദൈവത്തെ സ്നേഹിച്ച 2 വ്യക്തികൾ ഉണ്ടായിരുന്നു. അവരെ ദൈവം ജീവനോട് സ്വർഗത്തിലേക്ക് എടുത്തു. ഏലിയാവും ഹാനോക്കും. അതുപോലെ തന്നെ ഈ ലോകത്തിലെ ഏറ്റവും ദുഷ്ടന്മാരായ 2 പേരെ വരാൻ പോവുകയാണ്. ആ ദുഷ്ടന്മാരെ എങ്ങനെയാകുന്നത്?
നരകത്തിലേക്ക് വീഴും. ഇത് കർത്താവ് മഹത്വത്തിൽ വരുമ്പോൾ നടക്കുന്ന ആദ്യത്തെ സംഭവമാണ്. കഴിഞ്ഞിട്ടുള്ള വാക്യം വായിക്കാം. ശേഷിച്ചവരെ വിലപ്പെടുത്തിയിരിക്കുന്നവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാളുകൊണ്ട് കൊന്ന് അവന്റെ മാംസം തിന്നു സകല പക്ഷികൾക്ക് തൃപ്തി വന്നു. അവന്റെ മാംസം എന്ന് പറഞ്ഞാൽ യുദ്ധം പിന്നെയും കുറെ നാളെ നടക്കും. നമുക്ക് അല്പം കൂടെ വിശദമായി കഠിനമായ ചില കാര്യങ്ങൾ കൂടി ചിന്തിക്കുന്നത് നന്നായിരിക്കും. എനിക്ക് കുറച്ച് സമയം കൊണ്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ ചെറിയ ചില നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി പറയുന്നത് മാത്രമല്ല, ആവശ്യമൊന്നും സാധാരണ പഠിക്കാറില്ല. അത് ഒന്നുകൂടി ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഇതിന് ശേഷം എന്താണ് നടക്കാൻ പോകുന്നത്? നമ്മൾ വിചാരിക്കുന്ന അടുത്ത ദിവസം സഹസ്രാബ്ദ വാഴ്ച ആരംഭിക്കുന്നതൊക്കെയാണ് നമ്മുടെ വിചാരം. അല്ല, കർത്താവ് യുദ്ധം ചെയ്യുക. നമുക്ക് നോക്കാം. ദാനിയേൽ പ്രവചനം ആദ്യ വാഴ്ച ഭാഗത്തേക്ക് വരും. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിലേക്ക് വരാം. നാം വായിച്ചത് ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 9 മുതലുള്ള വാക്യമാണ്. 8-ാം ഭാഗത്തോട്ട് വായിച്ചാൽ കുഴപ്പമില്ല. അത് മനസ്സിലാക്കുക ആ ഭാഗത്തിന്റെ പ്രത്യേകത. എന്നാൽ രാവിലെ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായിരുന്നെന്നാൽ മനുഷ്യപുത്ര മത്സ്യകൃതമായ ഇസ്രായേൽ ഗൃഹം നിന്നോട്. ദാനിയേൽ 12:8 ഞാൻ കേട്ടുവെങ്കിലും ഗ്രഹിച്ചില്ല. ഞാൻ കേട്ടുവെങ്കിലും ഗ്രഹിച്ചില്ല. ആകയാൽ ഞാൻ യജമാനെ ഈ കാര്യങ്ങളുടെ അവസാനം എന്തായിരിക്കും എന്ന് ചോദിച്ചു. ദാനിയേൽ ഗ്രഹിച്ചില്ലെന്നാ പറഞ്ഞത്. ഞാൻ ദാനിയേലിനെ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യരുടെ ഇടയിൽ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യനായതായിരുന്നു ദാനിയേൽ. 15-16 വയസ്സുള്ളപ്പോൾ തന്നെ IAS പാസ്സായ ആൾ. IAS അല്ല, BAS, ബാബിലോണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ഏറ്റവും ഫസ്റ്റ് റാങ്കിൽ IAS പാസ്സാകുന്നത് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ? ദാനിയേലിനെ കുറിച്ച് പറയുന്നത് അവരിൽ ഏറ്റവും നിപുണനായിരുന്നു ദാനിയേൽ. ബാബിലോണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഞാൻ BAS എന്ന് പറയുന്നത് തെറ്റില്ല. He was elected for the first rank holder. തന്നെ വളരെ ബുദ്ധിമാനായ മനുഷ്യനായിരുന്നു, വളരെ ജ്ഞാനിയായ മനുഷ്യനായിരുന്നു. ഈ ജ്ഞാനിയും ബുദ്ധിമാനുമായ ഈ വ്യക്തി സർവ്വദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന വ്യക്തി പറയുകയാണ്, കർത്താവ് ഇതൊന്നും എനിക്കൊന്നും മനസ്സിലാവും. ദാനിയേലിന് മനസ്സിലാകുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനും ചില സംശയമുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കാൻ പാടുള്ളതുകൊണ്ടാണ് പലപ്പോഴും ഇത് സംസാരിക്കാതെ. ഇത് ശ്രദ്ധിക്കുക. അടുത്ത ഭാഗമായിട്ട് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ നമുക്ക് ഇച്ചിരൂടെ മനസ്സിലാക്കാം. ദാനിയേലിനേക്കാൾ കർത്താവിന്റെ വരവിന് അടുത്ത് ജീവിക്കുന്ന നമ്മളായതുകൊണ്ട് അല്പം കൂടി മനസ്സിലാക്കാനുള്ള സാധ്യത നമുക്കുണ്ട്. നമുക്ക് അധികം വെളിപ്പാടുകൾ കിട്ടിയിട്ടുണ്ട്. ദാനിയേലിന് കൊടുത്ത വെളിപ്പാടിന്റെ അഭാവമായി കാണുന്നത്. ദാനിയേലിനോട് പറയുന്നത് നീ പോകാൻ നിനക്ക് മനസ്സിലായില്ല. ശരി, 9-ാം വാക്യം. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, ദാനിയേലേ പൊയ്ക്കൊള്ളുക, ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു. അന്ത്യകാലത്തുള്ള വചനമാണ്. നീ പോകാൻ നിനക്കിപ്പോൾ അത് മനസ്സിലാക്കാനുള്ള പ്രയാസം ഉണ്ട്, വ്യക്തമാണ്. അടുത്ത ഭാഗത്ത് അന്ത്യകാലത്തിന്റെ പ്രത്യേകത വരുമ്പോൾ ദാനിയേലിനോട് പറയുന്നത് നോക്കുക. 4-ാം വാക്യം വായിക്കുക. അതേ ഭാഗത്തിന്റെ 4-ാം വാക്യം. അതേ ഭാഗം ദാനിയേലിനോട് പറയുന്ന അന്ത്യകാലത്തിന്റെ പ്രത്യേകതകൾ പറയുന്നത് ശ്രദ്ധിക്കുക. നീയോ ദാനിയേലേ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക. പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. അത് വാസ്തുവില്ല. പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കും. ഇവിടെ പറയുന്നത് ഇംഗ്ലീഷ് വായിക്കാം. ഇത് മുദ്രയിടുക. അടുത്ത ഭാഗം പറയുന്നത് many shall run to and fro and knowledge shall be increased. അന്ത്യകാലത്തിന്റെ പ്രത്യേകതകളിൽ 2 കാര്യങ്ങൾ പറയുകയാണ്. മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. മലയാളത്തിൽ ആ അർത്ഥമില്ല. Man shall run to and അടുത്ത പറഞ്ഞത് knowledge shall increase. ഐസക് ന്യൂട്ടൺ നമ്മുടെ ഏറ്റവും ജ്ഞാനിയായ ഒരു സയന്റിസ്റ്റ്. പുള്ളി ഇതിനെക്കുറിച്ച് അന്ത്യകാലത്ത് നടക്കുന്ന കാര്യത്തെ കുറിച്ച് ദാനിയേൽ പ്രവചനവും വെളിപ്പാട് പുസ്തകവും നല്ല 2 വ്യാഖ്യാനങ്ങൾ ഐസക് ന്യൂട്ടൺ എഴുതിയിട്ടുണ്ട്. അത് ഈ ഇതിനെ കുറിച്ച് പറഞ്ഞത് അന്ത്യകാലത്ത് വാഹനങ്ങൾ വളരെ സ്പീഡോടുകൂടിയുള്ള വാഹനങ്ങൾ വരും. അന്ന് പുള്ളി പറഞ്ഞ 50 മൈലായിരുന്നു സ്പീഡ് എന്നാണ്. പുള്ളി കണ്ടിട്ട് കാവട്ടി കണ്ട മനുഷ്യനാണ്. അതൊന്നും മനസ്സിലായില്ല. അന്ന് 50 മൈൽ പിന്നെ എത്ര മൈലാണ് പോകുന്നത്? യാതൊരു കണക്കില്ലാതെ സ്പീഡിലാണ്. ഇത് മനുഷ്യൻ വളരെ സ്പീഡിലുള്ള യാത്രകൾ തുടർന്നു. ഞാൻ പറഞ്ഞ എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞ ട്രാവൽ ആൻഡ് ടൂറിസം വളരെ കുറഞ്ഞത്. ഇന്ന് ടു ആൻഡ് ഫ്രോ പീപ്പിൾ വിൽ റൺ ടു ആൻഡ് ഫ്രോ. ഇന്ന് ഏറ്റവും കൂടുതൽ ഈ യുഗത്തിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വളരുന്ന ഇൻഡസ്ട്രി ആണല്ലോ ട്രാവൽ ആൻഡ്. നമ്മുടെ വിദ്യാർത്ഥികൾക്കൊന്നും എരിശിലേക്കൊന്നും പോയി. ഇത് നമ്മുടെ പകുതി പേര് എരിശിലേക്ക് എല്ലാവർക്കും പോയി. കാരണം ടൂറിസത്തിന്റെ ഭാഗമായിട്ടാണ് ഭാഗം.
ശ്രമിക്കാം. 11-ാം വാക്യം. നിരന്തര ഭൂമിയാകും നിർത്തലാക്കുകയും ശൂന്യമാകുന്ന മ്ലേച്ഛമെമ്പുകളെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ 1290 ദിവസം ചെയ്യും. 1290 ദിവസം ചെയ്യും. എന്നു മുതലാണ്? ശ്രദ്ധിക്കുക, വാക്യം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമല്ല. നിരന്തര യഹോവയാഗം നിർത്തിക്കളയുന്ന നാൾ മുതൽ. അന്നു മുതൽ the abomination that became desolated, അഥവാ മ്ലേച്ഛമായത് വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന നാൾ മുതൽ. എന്താണ് സൂചിപ്പിക്കുന്നത്? മ്ലേച്ഛമായത് നിൽക്കുന്ന നാൾ എന്താണ് പറയുന്നത്? അന്തിക്രിസ്തുവിന്റെ പ്രതിമ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന നാളിൽ അന്ന് നിരന്തര ഹോമയാഗം നിർത്തിക്കളയും. The daily sacrifices will be stopped. അതെന്നായിരിക്കും? ഈ പീഡന കാലത്തിന്റെ അന്ന് മുതൽ 1260 ദിവസം എന്താണ് സംഭവിക്കുന്നത്? ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നതാണ്. കർത്താവായ യേശു ക്രിസ്തു ഈ നിരന്തര ഹോമയാഗം കണക്കാണ്. അതുകൊണ്ട് ഇച്ചിരി ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. നിരന്തര ഹോമയാഗം നിർത്തുന്ന ദിവസം മുതൽ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത വരെ എത്ര ദിവസമുണ്ട്? 1260 ദിവസം. അത് കഴിഞ്ഞിട്ട് 30 ദിവസം കൂടെ ആഡ് ചെയ്തിരിക്കുകയാണ്. ശ്രദ്ധിച്ചാൽ ഇത് വേണ്ട എത്ര പറഞ്ഞ 1290 ദിവസം. അപ്പോൾ കർത്താവിന്റെ വരവിന് ശേഷവും ഒരു 30 ദിവസത്തെ എക്സ്റ്റൻഷൻ. ഈ 30 ദിവസം എന്താ? ഒന്നാമത്തെ കാര്യം, ഇത് യഹൂദനോട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് മറ്റേതുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്. 1260 ദിവസത്തോട് ലിങ്ക് ചെയ്യുവാനുള്ള കാരണം ഈ 1290 ദിവസം എന്ന് പറയുന്നത് യഹൂദന്മാരോട് ബന്ധപ്പെട്ട ദിവസങ്ങളാണ്. ഇത് ശ്രദ്ധിച്ചു കേട്ടാലേ മനസ്സിലാകുള്ളൂ. അത് ശ്രദ്ധിച്ചു കേട്ട് ഇതിന് വിശദമായി പഠിക്കാം. അപ്പോൾ ഈ 30 ദിവസം എന്താണ്? ഞാൻ വേദപുസ്തകത്തിലൂടെ വളരെ ശ്രദ്ധിച്ചു പോയി. ഒരു കാര്യം മനസ്സിലാക്കി, 30 ദിവസം വേദപുസ്തകത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വിലാപത്തിന്റെ ദിവസമാണ്. മോശ മരിച്ചപ്പോൾ 30 ദിവസം വിലപിച്ചു, യഹോവ മരിച്ചപ്പോൾ 30 ദിവസം വിലപിച്ചു. അപ്പൊ വിലാപത്തിന്റെ ദുഃഖത്തിന്റെ ദിവസമാണ്. നമുക്ക് നോക്കാം, കർത്താവ് വരുമ്പോൾ എന്താണ് നാം കാണുന്നത്? മത്തായിയുടെ സുവിശേഷത്തിൽ നാം വായിക്കാം 24-ാം അധ്യായം 30-ാം വാക്യം വായിക്കാം. 24-30 കർത്താവ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്തിൽ വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അന്ന് ഭൂമിയിലെ സർവ്വ ഗോത്രങ്ങളും വിലപിക്കും. ആ വിലാപത്തിന്റെ ഒരു ലിസ്റ്റ് സക്രിയമായിട്ടുള്ള ഗോത്രമായിട്ട് ഓരോ കുടുംബമായിട്ട് വിലപിക്കും. അപ്പോൾ ഈ 30 ദിവസം വിലാപത്തിന്റെ ദിവസം. ഈ വിലാപം 30-ാമത്തെ ദിവസം തീരും. ഇതിന്റെ മധ്യം നടക്കുന്ന കാര്യങ്ങൾ എന്താണ്? അടുത്ത ഭാഗം വായിക്കാം. അത് വായിക്കാൻ ചുറ്റു വിശദീകരിക്കാം. അപ്പൊ അടുത്ത വാക്യത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ആര്യപ്രവചനത്തില് 1290 ദിവസം മാത്രമല്ല, വരുന്ന വാക്യം നിരന്തര ഭൂമിയാകും നിർത്തലാക്കുകയും 12-ാം വാക്യത്തിൽ വായിക്കാം. 1335 ദിവസത്തോളം നാം ജീവിച്ചിരിക്കുന്നവൻ ഭാഗ്യവാൻ. ഇവിടെ വേറെ ഒരു കണക്ക് പറയുന്നുണ്ട്. എത്ര? 1300 എന്ന് പറഞ്ഞാൽ 1290 എത്ര ദിവസം കൂട്ടി? എത്ര ദിവസം കൂട്ടി? 45 ദിവസം. അപ്പൊ അത് വേറെ വ്യത്യാസമാണ്. ഇതിനോട് ബന്ധപ്പെട്ടാണ് 1290 ദിവസവും അധികം 45 ദിവസവും. ആ അവസാനത്തിൽ വരുന്നവരാരാണ്? ആ ഭാഗ്യകരമായ പ്രത്യാശ അഥവാ ഭാഗ്യകരമായ അനുഭവം ആർക്കാണ് ഉണ്ടാകുന്നത്? അത് മില്ലിനിയൽ കിങ്ഡം, സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് പ്രവേശിക്കുന്ന ദിവസം. ആ സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കപ്പെടുന്ന കാര്യമാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവ് മഹത്വത്തിൽ വരികയും സഹസ്രാബ്ദ വാഴ്ചയുടെ ആരംഭം വളരെ ഭംഗിയായി ആരംഭിക്കുകയും ചെയ്യുന്ന അതിന്റെ ഇടയ്ക്ക് എത്ര ദിവസത്തെ ഗ്യാപ്പുണ്ട്?
ദിവസത്തേക്കാണ്? 75 ഞാൻ പറഞ്ഞ സാധാരണ പ്രസംഗിക്കാത്ത വിഷയമാണ്. ഞാൻ ഇന്നും കേട്ടിട്ടില്ല. കാര്യം കണക്കായതുകൊണ്ട് കണക്കൊക്കെ ആൾക്കാരോട് പറഞ്ഞിട്ട് ശ്രദ്ധിക്കത്തില്ലെന്ന് വിചാരിച്ചാലും പറയുന്നത് വളരെ മനോഹരമായ കാര്യം. കർത്താവിന്റെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുകയും ഈ സഹസ്രാബ്ദവാഴ്ച തുടങ്ങുകയും ചെയ്യുന്നതിന്റെ മധ്യേ 45 ദിവസം പ്ലസ് 30 ദിവസം 75 ദിവസത്തെ ദൈവത്തിന്റെ പുതിയ കാര്യം ഒരുപാട് പറഞ്ഞതിനുണ്ട്. ഇതിന്റെ മധ്യേ പല കാര്യങ്ങൾ നടക്കാം. അനേക പ്രവചനങ്ങൾ അതിന്റെ ഭംഗിയായിട്ട് നടക്കുന്ന 75 ദിവസം വനവാസം പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമാണ്. ആദ്യമേ നടക്കുന്നത് 30 ദിവസത്തെ ആദ്യമേ നടക്കുന്നത് ഈ സൈന്യങ്ങളെ കർത്താവ് തന്നെ ഇരുവായുധങ്ങളുടെ വായുകൾ പുറപ്പെടുന്നു നാം പഠിക്കും. ആ വായുകൾ പുറപ്പെടുന്ന ആ ഭാഗം വായിക്കാതെ അതിനുശേഷം ഇവരെ പിടിച്ചതിന് ശേഷം എന്താണ് നടക്കുന്നത്? ആദ്യമേ കള്ളപ്രവാചകനെയും അന്ത്യക്രിസ്തുവിനെയും പിടിക്കും. പിടിച്ചു കഴിഞ്ഞ് അവരെ തീപ്പൊയ്ക്ക് തള്ളിയിടും. അതിനുശേഷം അടുത്ത ഭാഗത്തുകൾ വായിക്കാം. 21-ാം വാക്യം 19-21 വെളിപ്പാട് പുസ്തകം. ശേഷിച്ചത് ഇവരെ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെയും യുദ്ധം കുറെ ദിവസത്തേക്കും കൂടി കുറെ രാജ്യങ്ങളെ കൂടി നടക്കും. അന്നായിരിക്കും ഏതോ ആമോൻ മുതലായ മോവാബ് മുതലായ 3 രാജ്യത്തെ കുറിച്ച് പറഞ്ഞല്ലോ. യുദ്ധം ചെയ്യാത്ത 3 രാജ്യം, ആ രാജ്യങ്ങളെ ആക്രമിക്കുന്നത് എന്തായിരിക്കും? കാര്യം അവർ യഹൂദന്മാർക്ക് എന്തുകൊണ്ടും ദ്രോഹം ചെയ്തവരാണ്. യഹൂദന്മാർ തന്നെ അവരെ നശിപ്പിക്കും എന്ന് നമുക്ക് വേറെ ഭാഗങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അനേക കാര്യങ്ങളോട് യുദ്ധം ഉണ്ടാകും. അപ്പോൾ ഈ 30 ദിവസം യുദ്ധത്തിന്റെ ആരംഭമായിരിക്കും. എന്നാൽ അതിനേക്കാൾ പ്രധാനമായ കാര്യം മത്തായി സുവിശേഷം 24-31 വാക്യത്തിൽ വായിക്കാൻ കർത്താവ് വരുമ്പോൾ നടക്കുന്ന കാര്യം അവിടെ പറയുന്നത്. എന്താണ് നടക്കുന്നത്? അവൻ തന്റെ ദൂതന്മാരെ മഹാപ്രാകാരത്തോടുകൂടി അയക്കും. ദൂതന്മാരെ അയക്കും. അവന്റെ ദൂതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. അവൻ 4 ദിക്കിൽ നിന്നും ദൂതന്മാരെ യഹൂദന്മാരുടെ ഫൈനലായിട്ടുള്ള അവസാനമുള്ള കൂട്ടിച്ചേർപ്പ് എന്നത് ഈ 30 ദിവസത്തിൽ നടക്കുന്ന ആദ്യത്തെ അതിപ്രധാനമായ കാര്യം 4 ദിക്കിൽ ചിതറിക്കിടക്കുന്ന സർവ്വ യഹൂദരെയും ഇസ്രായേലിലേക്ക് വീണ്ടും വരും. ഒരു മണി പോലും പോകാതെ മണിമണിയായിട്ട് അവരെ കൊണ്ടുവരും. അനേക വേദഭാഗങ്ങളുണ്ട്. യെശയ്യാപ്രവചനം 27-ാം അധ്യായത്തിൽ നിന്നും ഒരു വാക്കുകൾ വായിക്കും. 27-13 വായിക്കാം. ഇതേ കാര്യം പറയുന്നുണ്ട്. 27-13 യെശയ്യാ 27-13 മഹാകാവളവും അശൂർ ദേശത്തെ നഷ്ടരായവരും ഇസ്രായേൽ ദേശത്തെ ഭ്രഷ്ടരായവരും വന്ന് യെരൂശലേമിലെ വിശുദ്ധ പർവ്വതത്തിൽ ആമോസിന്റെ പുസ്തകം 9-9 വായിക്കാം. ആമോസ് 9-9 അരിപ്പവളരിക്കുന്നതുപോലെ ഞാൻ ഇസ്രായേലികളെ സകല ജാതികളുടെയും അരിപ്പാൻ ഏൽപ്പിക്കും. ഒരു മണി പോലും നിലത്ത് വീഴാതെ എല്ലാ യഹൂദരും മടങ്ങി. ഈ gathering of Israel will take place during this 30th day. അത് 30 ദിവസത്തിനുള്ളിൽ വരും. ഒരു കാര്യം കൂടി അല്പം കൂടി പറഞ്ഞ് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. അത് വളരെ പ്രയാസം. ഇത് ഞാൻ പഠിക്കാൻ നിങ്ങളെ പൂർണ്ണമായി പഠിപ്പിക്കുകയല്ല, പഠിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഹിൻസ് മാത്രം തരികയാണ്. നമുക്കറിയാം യഹൂദന്മാരുടെ ഇടയിൽ എത്ര ഉത്സവം ഉണ്ടായിരുന്നു? ഉത്സവം, യഹൂദന്മാരുടെ ഉത്സവം എത്ര? യഹോവയുടെ ഉത്സവങ്ങൾ 7. ആദ്യത്തേത് രണ്ടാമത്തേത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ വരുന്ന, മൂന്നാമത്തേത് ആദ്യഫല. അപ്പൊ യഹൂദന്മാർ 3 പ്രാവശ്യം യെരൂശലേമിൽ വരണം. ആദ്യത്തെ ഇതാണ്. ഈ 3 ഉത്സവം കൊണ്ടാടാൻ യെരൂശലേമിലാണ് വരുന്നത്. അത് കഴിഞ്ഞ് 3 കഴിഞ്ഞ് 4-ാമത്തെ ഏതാണ്? 4-ാമത്തെ പെന്തിക്കോസ്താണ്. അത് ചില മാസം 50 ദിവസം കഴിഞ്ഞാണ്. അപ്പൊ 2-ാമത് വരുന്നത്. ഈ 2 ദിവസത്തെ പെന്തിക്കോസ് നാൾ കഴിഞ്ഞ് 7-ാമത്തെ മാസം പിന്നീട് 3 ഉത്സവം
ഉത്സവങ്ങളുണ്ട്. ആ 3 ഉത്സവങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? 1 കാഹള പെരുന്നാൾ, 2 മഹാപാപരിഹാര ദിവസം, 3 കൂടാര പെരുന്നാൾ. ശ്രദ്ധിക്കുക, ഞാൻ മുമ്പ് റിപ്പീറ്റ് ചെയ്യാം, ഓർമ്മ ഒന്ന് പുതുക്കാനായിട്ട്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. കസക പെരുന്നാൾ, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, ആദ്യത്തെ 3, നടുക്ക് കസക, പെന്തിക്കോസ്ത്, അവസാനം പിന്നെ 3 7ാമത്തെ മാസത്തിൽ 3 കാഹള പെരുന്നാൾ, മഹാപാപരിഹാര ദിവസം, അവസാനത്തെ ചരിത്രത്തിലേക്ക് നോക്കാമെങ്കിൽ കർത്താവായ യേശു ഏത് ദിവസമാണ് മരിച്ചത്? എത്ര മണിക്കാണ് മരിച്ചത്? പെസഹ ദിവസമാണ് കർത്താവ്. എക്സാക്ട്ലി പെസഹ കുഞ്ഞാടുകളെ അവർ അറക്കുമ്പോൾ അത് അറക്കുന്നത് 3 മണി മുതൽ 6 മണി വരെയുള്ള സമയമാണ്. ഇടക്കാൽ ബിറ്റ്വീൻ ദ ഈവനിങ്സ്, അതാണ് അവർ പറയുന്നത്. ബിറ്റ്വീൻ ദ ഈവനിങ്സ് ദ കിൽ ദ സാക്രിഫിഷ്യൽ ആനിമൽ. പെസഹ കുഞ്ഞാടുകൾ അറക്കുന്ന സമയമാണ്. കർത്താവ് എപ്പോഴാണ് മരിച്ചത്? എക്സാക്ട്ലി 3 മണി നേരം, നമ്മത്തെ ഇന്നത്തെ 3 മണി. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് പറഞ്ഞ് നിലവിളിച്ചു. അതിനുശേഷം തന്റെ ആത്മാവിനെ എന്റെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. പെസഹ കുഞ്ഞാടായ കർത്താവ് ആ പെസഹയുടെ ദിവസം യാഗം കഴിക്കുന്ന അതേ സമയത്ത് മരിച്ചു. അത് കഴിഞ്ഞ് 3 ദിവസം കഴിയുമ്പോഴാണ് 3ാമത്തെ ഉത്സവം ആചരിക്കുന്നത്. 3ാമത്തെ ഉത്സവം എന്താണ്? ആദ്യപല കർത്താവിനായിരുന്നു. അവൻ ആദ്യപലമായിട്ട് മരിച്ചവരുടെ ഇടയിൽ നിന്നും അതേ ദിവസം അവരെ ആദ്യപല കറ്റകൊണ്ട് യെരൂശലേമിലെ ദേവാലയത്തിൽ പോകുമ്പോൾ ഇവിടെ എന്താണ്? അതിന്റെ നിവൃത്തിയാണ് ആദ്യപല കറ്റയായി കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഇനി 4ാമത്തെ ഉത്സവത്തെ കുറിച്ച് പറയുമ്പോൾ അതേതാണ്? പെന്തിക്കോസ്ത് നാൾ. പെന്തിക്കോസ്ത് നാളിൽ എന്താണ് സംഭവിച്ചത്? അതേ ദിവസം 2 അപ്പം കാണിക്കുന്ന ഒന്ന് യഹൂദനും ജാതി. പുളിച്ചപ്പം ദൈവം സ്വീകരിക്കുന്ന ഒരേ ദിവസം അത് മാത്രമേ ഉള്ളൂ. യഹൂദനും ജാതിയും പുളിച്ചതാണ്. ദൈവത്തിന്റെ സന്നിധി വിശുദ്ധരല്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ പാപം ചെയ്ത് ദൈവദേശില്ലാത്തതായത് there is none who is righteous, no not one. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അത് വായിക്കും. പലപ്പോഴും ഞാൻ കുറ്റു വായിച്ചത് ഓർക്കുന്നുണ്ട്. ആ കുറ്റു വായിച്ച എങ്ങനെയാണ്? നീതിമാന്മാർ ആരുമില്ല, ഒരു പോലീസ് പോലും ഇല്ല. അറിയാതെ വായിച്ചതാണ്. വാസ്തവത്തിൽ പോലീസ് നീതിമാനിക്കേണ്ടവരായ പോലീസ് പോലും നീതിമാനില്ല. അതാ പറഞ്ഞത്. വാസ്തവമാണ്. അബദ്ധത്തിൽ വായിച്ചെങ്കിൽ സത്യമാണ് പറഞ്ഞത്. നീതിമാൻ ആരുമില്ല, ഒരു പോലീസ് പോലും ഒരുവൻ പോലുമില്ല. ഈ 2 വ്യക്തികൾ യഹൂദനും ജാതിയും ഒരുപോലെ പാപികളാണ്. അവരെ സ്വീകരിച്ചതെന്നാണ് ഈ പെന്തിക്കോസ്ത് അതേ ദിവസം, അതേ ഉത്സവത്തിന്റെ ദിവസം. അങ്ങനെയെങ്കിൽ ഇതെല്ലാം പ്രവചനത്തിൽ അതുപോലെ നിവർത്തിച്ചു. അങ്ങനെയെങ്കിൽ ശേഷിക്കുന്ന 3 ഉത്സവങ്ങൾ ഏതാണ്? കാഹള പെരുന്നാൾ, മഹാപാപപരിഹാര ദിവസം, 3ാമത്തെ. ഈ 3 ഉത്സവവും തീർച്ചയായിട്ടും അതേ ദിവസം തന്നെ നടക്കുമെന്ന് ന്യായമായിട്ട് നമുക്ക് പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. ഈ കഴിഞ്ഞ എല്ലാ ഉത്സവങ്ങളും അക്ഷരാർത്ഥത്തിൽ അതേ ദിവസം നിവൃത്തിയായെങ്കിൽ അടുത്ത 3 ഉത്സവങ്ങൾ അതേ ദിവസം തന്നെ. അതിൽ ആദ്യത്തെ ഉത്സവമാണ് എന്തുവാ? കാഹളം ഊതുമ്പോൾ സർവ്വജനും. അത് കാഹളം പെരുന്നാൾ കാണിക്കുന്നത് യഹൂദന്റെ വീണ്ടെടുപ്പിനെ കുറിച്ചാണ്. അവരെ ഒത്തുചേരാക്കുന്നതാണ്. എല്ലാ യഹൂദനെ കർത്താവ് വന്നു കഴിഞ്ഞാൽ സർവ്വലോകത്തിലും ചിതറിക്കിടക്കുന്ന യഹൂദനെ മുഴുവനും ദൂതന്മാരെ അയച്ചാണ് തന്റെ വൃദ്ധന്മാരെ എല്ലാവരെയും 4 ദിക്കിൽ നിന്നും ചേർത്ത്, ഒരു മണി പോലും പോകാതെ 4 ദിക്കിൽ നിന്നും തന്നെ യഹൂദന്മാരെ തന്റെ ജനത്തെ അവൻ തിരിച്ചറിഞ്ഞ് അവൻ ചേർക്കും എന്ന് കാണുന്നു. ചേർത്ത് അവർ യെരൂശലേമിന്റെ അഥവാ വാഗ്ദത്ത ഭൂമിയുടെ ബോർഡറിൽ ഒരു സംശയം ഇതിന്റെ മധ്യം നമ്മുടെ ഇടയിലുള്ളത്, ഈ അന്ന് കർത്താവ് വരുമ്പോൾ ഉള്ള യഹൂദന്മാരെല്ലാവരും രക്ഷിക്കപ്പെടുമോ ഇല്ലയോ എന്ന് പറഞ്ഞു. റോമാലേഖനത്തിൽ വായിക്കാം. റോമാലേഖനം 11-ാം അധ്യായത്തിൽ ആ വാക്യമാണ് പലപ്പോഴും സംശയം ഉളവാക്കുന്നത്. റോമാലേഖനം 11-ാം അധ്യായം 26-ാം വാക്യം. ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും. അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ഞാൻ
ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം 12-ാം അധ്യായം 1-ാം വാക്യം. എഴുതുന്നു. ഈ കഷ്ടകാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അന്ന് ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവൻ തന്നെ രക്ഷപ്രാപിക്കും. ആരാ രക്ഷപ്രാപിക്കുന്നത്? പുസ്തകത്തിൽ എഴുതിയവർ മാത്രമേ, ജീവപുസ്തകത്തിൽ എഴുതിയാൽ രക്ഷിക്കപ്പെട്ട യഹൂദൻ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. ഒന്നുകൂടി വായിക്കാം. എസ്കേൽ പ്രവചനം 20-ാം അധ്യായത്തിലേക്ക് വരാം. എസ്കേൽ പ്രവചനം 20-ാം അധ്യായം 35 മുതൽ വാക്യങ്ങൾ വായിക്കാം. ഞാൻ നിങ്ങളെ ജാതികളുടെ മരുഭൂമിയിലേക്ക് കൊണ്ടുചെന്ന് അവരുടെ മുഖാമുഖമായി നിങ്ങളോട് വ്യവഹരിക്കും. ഇസ്രായേൽ ദേശത്തിന്റെ മരുഭൂമിയിൽ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ വ്യവഹരിച്ചതുപോലെ നിങ്ങളോട് വ്യവഹരിക്കും എന്റെ യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഞാൻ നിങ്ങളെ തോലിൻ കീഴെ കിടത്തി നിയമത്തിന്റെ ബന്ധത്തിൽ ഉൾപ്പെടുത്തും. എന്നോട് മത്സരിച്ച് അതിക്രമിക്കുന്നവരെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നീക്കിക്കളയും. അപ്പോൾ വ്യക്തമാണ്, എല്ലാ യഹൂദനും രക്ഷപ്പെടുന്നില്ല. അവരുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. ദുഷ്ടന്മാരായ യഹൂദന്മാർ, കർത്താവായ യേശു വിശ്വസിക്കാത്തവർ. അപ്പോൾ എല്ലാവരും ഗ്യാദർ ചെയ്യും. The gathering of regathering of Israel will take place within these 30 days. ഈ 30 ദിവസത്തിനുള്ളിൽ ആദ്യമേ നടക്കുന്ന അതിപ്രധാനമായ കാര്യം യഹൂദന്റെ മേലുള്ള ദൈവിക ന്യായവിധിയാണ്. അതിനുശേഷം 30-ാമത്തെ ദിവസം റീഗാദറിംഗ് അതിന് മുമ്പായിരിക്കും. 30-ാമത്തെ ദിവസം വിലാപം തീരും. അത് വിലാപം തീരുന്ന എന്നാണ് വാസ്തവത്തിൽ അവർ പാവങ്ങൾ കഴിക്കുമ്പോൾ. അപ്പോൾ കർത്താവ് വന്നതിന് ശേഷം 30-ാമത്തെ ദിവസം നടക്കുന്ന ഉത്സവം എന്തായിരിക്കും അറിയാമോ? മഹാപാപപരിഹാര ദിവസത്തിന്റെ ഉത്സവം നടക്കുന്നത് ആ 30-ാമത്തെ ദിവസമാണ്. അന്ന് സിയോനിൽ നിന്ന് വിടുവിക്കുന്നവരും എന്ത് ചെയ്ത് ഒമ്പതാം വായിച്ചു, അവൻ യാക്കോബിൽ നിന്ന് അവരുടെ അകത്യങ്ങളെ നീക്കിക്കളയും. അവരുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് അവരെ വിശുദ്ധ ജാതിയായി തീർക്കുന്നത് ഈ 30-ാമത്തെ ദിവസമാണ്. വളരെ മനോഹരമായ ചിന്തകളാണ്. നിങ്ങൾക്ക് പഠിക്കാൻ വളരെ പ്രയോജനം തോന്നുന്ന കാര്യങ്ങളാണ്. അവരെ വിശുദ്ധീകരിക്കാൻ സൗകര്യങ്ങൾ മാത്രമാണ്. മഹാപാപ പരിഹാരത്തിന് ശേഷം 30-ാമത്തെ ദിവസം അത് നടക്കും. അത് ഡേറ്റ് പറയുകയാണെങ്കിൽ 7-ാം മാസം 10-ാം തീയതി. 1-ാം തീയതി റീഗാദറിംഗ് എന്ന് പറഞ്ഞാൽ കർത്താവ് വന്നതിന് ശേഷം കണക്ക് കൂടുതൽ പഠിച്ചാൽ 20-ാമത്തെ ദിവസമാണ് റീഗാദറിംഗ്. അത് കഴിഞ്ഞ് 10 ദിവസം കഴിയുമ്പോഴാണ് 2-ാമത്തെ ഉത്സവം, മഹാപാപ പരിഹാര ദിവസത്തെ ഉത്സവം. അന്ന് അവരുടെ പാപങ്ങൾ കഴിക്കും. എങ്ങനെയാണ് പാപങ്ങൾ കഴിക്കുന്നത്? അവർ പാടുക, അവന്റെ കയ്യിലെ കുത്തിയുള്ളിലേക്ക് വന്നു. അവർക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത്, അയ്യോ ഞങ്ങളിത് മനസ്സിലായില്ലല്ലോ, നീ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ചു, ഞങ്ങളുടെ നസറേയനായ യേശുവാണ് നീ എന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഞങ്ങൾക്കിത് മനസ്സിലായില്ല. അവർ വിടുവിക്കുന്നവൻ ശിവോനിൽ നിന്ന് വരുമ്പോൾ അവന്റെ മുറിവുകളെ കാണുമ്പോൾ അവർ അവനെ അനുഭവിച്ചു പറയും, അയ്യോ കർത്താവേ നീ മെസ്സിയായിട്ട് വന്നു, ഞങ്ങൾക്കത് മനസ്സിലായില്ല. അവർ അന്ന് പാടുന്ന മനോഹരമായ ഗീതമാണ് യെശയ്യാപ്രവചനം 53-ാം അധ്യായം. അത് പ്രവചനമായ ചരിത്രത്തിൽ നടന്നുവെങ്കിലും ഭാവിയിൽ ഇസ്രായേൽ ഈ ദിവസം പാടുന്ന വിലാപഗീതമാണ് യെശയ്യാപ്രവചനം 53-ാം അധ്യായം. അന്ന് പാടി അവർ തങ്ങളുടെ പാവങ്ങൾ കഴിയും ശുദ്ധീകരിക്കപ്പെടുന്ന മനോഹരമായ ദിവസമായിരുന്നു. പാപപരിഹാര ദിവസത്തിന് ശേഷം 5 ദിവസം കഴിഞ്ഞ എന്താണ് ഉത്സവം? കൂടാര. അപ്പൊ എത്ര ദിവസമായിപ്പോ മൊത്തത്തില്? 30 + 5 35 ദിവസം. 35 ദിവസമാകുമ്പോ വാസ്തവത്തിൽ ഈ സഹസ്രാബ്ദ വാഴ്ചയുടെ ഉദ്ഘാടനം ആരംഭിക്കുവാൻ പോയി. കർത്താവ് സ്നാനപ്പെടുന്ന സ്വർഗത്തിനോ ഇതുവരെ ലഭ്യമൊക്കെയില്ല. ദൈവം പ്രസാദിക്കുന്ന ആ മനോഹരമായ അവന്റെ പരിശുദ്ധാത്മാവിനാൽ
കർത്താവ് സ്നാനപ്പെട്ടതിന് ശേഷം പിന്നെ എത്ര ദിവസം ഉണ്ടായിരുന്നു? ഇല്ല. ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരം പഠിക്കുന്നത് ഉടനെ പറയില്ല. എത്ര ദിവസം കഴിഞ്ഞാ പറഞ്ഞത്? 40 ദിവസം. ശ്രദ്ധിക്കേ, ഈ 35ാമത്തെ ദിവസം ഉദ്ഘാടനം ചെയ്ത് അവൻ സാധാരണ പരീക്ഷിക്കപ്പെടുവാൻ അവിടെ പോയി, മരുഭൂമിയിലേക്ക് പോയി. അവിടെ ആരോടായിരുന്നു? മൃഗങ്ങൾക്ക് കൂടെ. മൃഗങ്ങളൊന്നും ചെയ്തു. അതുപോലെ ലൂക്കോസിന് ശേഷം മാർക്കോസിന് ശേഷം വളരെ ക്ലിയർ ആയിട്ടുണ്ട്. മാർക്കോസിന് ശേഷം 1-ാം 13-ാം വാക്യം വായിക്കും. മാർക്കോസിന് ശേഷം 1-ാം 13-ാം വാക്യം. അത് മരുഭൂമിയിലേക്ക് പോയി. പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോടുകൂടിയായിരുന്നു. അവൻ മരുഭൂമിയിൽ ആരോടായിരുന്നു? കാട്ടുമൃഗങ്ങളോട്. കാട്ടുമൃഗമൊന്നും ചെയ്തിട്ടില്ലേ? യാതൊന്നും ചെയ്യാത്ത കാട്ടുമൃഗം അവരെ ഉപദ്രവിക്കാത്ത ദിവസം എവിടെയായിരുന്നു അറിയാമോ? അത് ആ ഭാഗം വായിച്ചത് ദേവദാസൻ പറഞ്ഞ "Here we see a millennial man." Jesus Christ was really representing how the millennial will be. ഈ 40 ദിവസത്തിന്റെ അന്ത്യത്തിൽ എന്തായിരിക്കും? അതിന് മുമ്പ് 40 ദിവസം ഗ്യാപനം. അവന്റെ സാധാരണ പരീക്ഷിക്കപ്പെടുവാൻ അവിടെയായിരിക്കും സാത്താനെ ബന്ധിച്ച്, അതിന്റെ അവസാനത്തിൽ സാത്താനെ കുട്ടരെ ബന്ധിച്ച് ഇപ്പോൾ പുതിയ നമ്മുടെ മില്ലിനിയൽ കിങ്ഡം ആരംഭിക്കും. ഇച്ചിരി കട്ടിയല്ലേ? എനിക്കത് ഇച്ചിരി കട്ടിയാണെന്ന് പഠിക്കാൻ വേണ്ടി ഇതുപോലെ ഞാൻ അല്പം മാത്രമേ വന്നിട്ടുള്ളൂ. വളരെ വിശദീകരിക്കുന്നതാണ്. ഈ കണക്കിപ്പോ മനസ്സിലായാൽ കുറഞ്ഞ പക്ഷേ 76 എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ 75 ദിവസത്തെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം സാറിന് പറയാൻ ബുദ്ധിമുട്ടാണ്, പബ്ലിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ കണക്ക് വെച്ച് നോക്കിയാൽ 1335-ാമത്തെ ദിവസം വരെ എത്തുന്നവരായ നമ്മളെല്ലാം നമ്മളെല്ലാം കർത്താവിന്റെ കൂടെ മനോഹരമായ ആ രാജ്യത്തിലേക്ക് നാം പ്രവേശിക്കും. സാധാരണ പരീക്ഷിക്കപ്പെടുവാണ്. ഞാൻ ഒരു കാര്യം കൂടെ വിശദീകരിക്കുന്നില്ല, ഒരു വാക്യം മാത്രം പഠിക്കാൻ വേണ്ടി പറയാണ്. എന്റെ അഭിപ്രായത്തിൽ ഈ 40 ദിവസത്തിന്റെ മധ്യയായിരിക്കും റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കും. ദിവസത്തിൽ വളരെ വിശദമായി പറയുന്ന ഒരു ആക്രമണമാണ്. ഒരുപാട് യുദ്ധങ്ങളിലൊന്ന് റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കും. ഇന്നത്തെ ഏറ്റവും പ്രവചന ലോകത്തിലെ ഏറ്റവും വിവാദപരമായ വിഷയം ഒന്നാണ് എന്ന് ഇസ്രയേലിനെ റഷ്യ ആക്രമിക്കുന്നുള്ളത് തീർച്ചയാണ്. എങ്ങനെ ആക്രമിക്കുന്നുള്ളത് തീർച്ചയാണ്. പലരുടെ ഉദ്ദേശം തീർച്ചയാണ്. എന്നാൽ അത് എന്ത് ചെയ്യും? ടൈം ഓഫ് ദ അറ്റാക്ക്. I think the best way to say that ഈ 40 ദിവസം സാധാരണ പരീക്ഷിച്ചതുപോലെ തന്നെ സാധാരണ പ്രേരിപ്പിക്കപ്പെട്ട റഷ്യ എന്ന ദൈവമില്ലാത്ത രാജ്യം അവനെ ആക്രമിക്കുവാനായിട്ട്, ഇസ്രയേലിനെ ആക്രമിക്കുവാനായിട്ട് വരുന്ന ദിവസങ്ങളിൽ ഒന്നായി സൂചന മാത്രം വളരെ വിശദീകരിക്കേണ്ട കാര്യമാണ്. എന്നാൽ തോന്നി ഞാൻ അവസാനിപ്പിക്കാൻ കർത്താവ് ഒരുക്കി നാം മനോഹരമായ സഹസ്രാബ്ദ വാഴ്ചയിൽ പ്രവേശിക്കും. ആ സഹസ്രാബ്ദ വാഴ്ചയിൽ നാം അവനോടുകൂടെയായി. സഹസ്രാബ്ദ വാഴ്ച ഇസ്രയേലിന് വേണ്ടിയുള്ളതാണ്, അവർക്കോടുള്ള വാഗ്ദത്തമാണ്. എന്നാൽ അവൻ രാജാവായിരിക്കുമ്പോൾ നാം അവന്റെ കൂടെ രാജ്ഞിയായി മണവാട്ടിയായി അവനോട് കൂടെ ആയിരിക്കും. നാം തീർച്ചയായിട്ടും നാം പുതിയ യെരൂശലേമിലാണ്. പുതിയ യെരൂശലേമാണ് നമ്മുടെ വാസസ്ഥലം. നാം ഇന്ന് നാം ദുഃഖം അനുഭവിക്കുവാണ്. ഇന്ന് നാം വേദന അനുഭവിക്കുമ്പോൾ നാം ഒരു സ്വന്തവും കൂടെ വാഴാനുള്ള പ്രത്യാശയുണ്ട്. ആ മനോഹരമായ രാജ്യത്തിലേക്ക് പ്രവേശിക്കും. അന്ന് സിംഹം പുല്ലുപോലെ പുല്ല് തിന്നുന്നതായിട്ട് കാണുന്നുണ്ട്. യാതൊരു വന്യമൃഗങ്ങളും കാണില്ല. വന്യമൃഗങ്ങളുടെ കൂടെ കർത്താവ് ജീവിച്ചതുപോലെ നമുക്ക് വന്യമൃഗങ്ങളുടെ കൂടെ ജീവിക്കാൻ. ആ മനോഹരമായ ദിവസത്തിന് ശേഷം പല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇത് വളരെ വിശദമായി പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഈ 3 ദിവസം കൂടെ ഇത്രയും തീർക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എത്രമാത്രം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഏതായാലും ഒരു ഔട്ട്ലൈൻ ഈ കാര്യത്തിൽ കർത്താവിനെ ബലപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം ചെയ്തു. നിങ്ങളുടെ അറിവിനായിട്ട് ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വിഷയം ഞാൻ പുസ്തകമായി എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്നവർക്ക് ആ പുസ്തകം വാങ്ങാവുന്നതാണ്. എന്റെ കയ്യിലില്ല. GLS പത്തനംതിട്ടയിൽ GLS ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈവൻസ് ഓഫ് കം ലോർഡ് ജീസസ്. പണ്ട് പലരും വാങ്ങിയിട്ടുണ്ടാവും. ചില വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ഒരു പുസ്തകമാണ്. എങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ വളരെ വിശദമായിട്ട് എഴുതി. ഇത് ഞാൻ ചുരുക്കമായിട്ടാണ് പറഞ്ഞത്.
വളരെ വിശദമായിട്ട് 250 പേജുള്ള ഒരു പുസ്തകമാണ്. അത് പല ഭാഷകളിലും വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഹിന്ദിയിലും മറാഠിയിലും തെലുങ്കിലും വിവർത്തനം ചെയ്തു. മലയാളത്തിൽ ഇതിന് വന്നിട്ടില്ല. പ്രാർത്ഥിക്കാൻ മലയാളത്തിലും ആ പുസ്തകം വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. ഈ വിഷയങ്ങളെ കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർ ആ പുസ്തകം വായിക്കാവുന്നതാണ്. ദൈവത്തോട് സഹായിച്ചതിനായിട്ട് സ്തോത്രം. നിങ്ങൾ എൻ്റെ ഈ സംഭാഷണം, ഈ വചന ശുശ്രൂഷ വളരെ ശ്രദ്ധയോട് കേട്ടതിനായിട്ട് ഞാൻ നന്ദിയുള്ളവനാണ്. എനിക്കറിയാം വളരെ കൃഷിയുള്ള വിഷയമാണ്. ഞാൻ ഗഹനമായ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്തതെന്ന് എനിക്കറിയാം. ദയവായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഈ കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. എൻ്റെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. തുടർമാനമായ യാത്രയാണ്. ശാരീരികമായ പ്രയാസങ്ങളുണ്ട്. എങ്കിലും ദൈവത്തോട് കൃപ നൽകി പറഞ്ഞ പോലെ എന്റെ ഞാൻ ബലഹീനതയിൽ ഞാൻ പ്രശംസിക്കുന്നു. കാര്യം ദൈവത്തിന്റെ ശക്തി എന്നിൽ വസിക്കുന്നു. ഈ ബലഹീനത വരുമ്പോഴാണ് ദൈവശക്തിയുടെ വ്യാപാരം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആ എക്സ്പീരിയൻസോട് കൂടിയാണ് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ശുശ്രൂഷകൾ ചെയ്ത് തുടർന്നും എന്നെയും എന്റെ കുടുംബത്തെയും നിങ്ങൾ പ്രാർത്ഥന ഓർക്കാം. നിങ്ങൾ നൽകിയ എല്ലാ സ്നേഹ കൂട്ടായ്മയ്ക്കാർക്കും ദൈവ നാമത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും